السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്തു ആലി ഇംറാനിലെ 14-ാമത്തെ ആയത്താണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ എന്ന് പറയുന്ന ആ ഭാഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഓതുന്നത് പോലെ നമുക്ക് ബറക്കത്തിനൊന്ന് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുയ്യിന للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث، ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഒന്നും കൂടെ വ്യക്തമായി നമ്മൾ ബാക്കിയുള്ള 3 വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ ദുനിയാവിൽ ആകെ 6 അപ്പക്കഷ്ണങ്ങളാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചത് എന്ന് പറഞ്ഞു. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്, ദുനിയാവിലെ ഈ അപ്പക്കഷ്ണങ്ങളോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. മനുഷ്യന് ഭംഗിയാക്കപ്പെട്ടു, മനുഷ്യന് ഇമ്പമുള്ളതാക്കപ്പെട്ടു. സുയ്യിന ലിന്നാസ് ഹുബ്ബു ശഹവാത്ത്, താൽപര്യങ്ങളോടുള്ള സ്നേഹം. ഏതാണ് ആ താല്പര്യങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്. ദുനിയാവിലെ ഏതാനും അപ്പക്കഷ്ണങ്ങളാണ് ഷഹവാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുനിയാവിൽ മനുഷ്യന് ഇമ്പമുള്ള താല്പര്യമുള്ള ചില വിഷയങ്ങളും, അതാണ് ഷഹവാത്ത്. അതിനോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. അതിനെ സ്നേഹിക്കുക എന്നത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. അത് അള്ളാഹു പറഞ്ഞ നിലയിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പറ്റില്ല. ഇതന്നെയാണ് അതിന്റെ നിയമം പറഞ്ഞത്. ദുനിയാവുമായിട്ട് ബന്ധം പാടവിച്ഛേദിക്കലല്ല സുഹൃദിന്റെ അർത്ഥം. മറിച്ച് ദുനിയാവുമായിട്ട് ഹൃദയബന്ധം കുറക്കലാണ് എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞു. അലാഖത്തുൽ ഖൽബ് കുറക്കലാണ്, ഹൃദയബന്ധം അത് കുറക്കുക. ഹൃദയബന്ധമില്ലാതെ എത്ര ദുനിയാവുണ്ടായാലും പ്രശ്നമല്ല. അതേസമയം ഹൃദയബന്ധം ഉള്ളതോടുകൂടെ ചെറിയ ദുനിയാവാണെങ്കിലും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യും. അവിടെയാണ് ലാസ്റ്റ് നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നത്. ഏറ്റവും അവസരം തങ്ങളെ والقناطير المقنطرة من الذهب والفضة. നമ്മുടെ തലപ്പാറ തങ്ങളുടെ മോനാണ്. നമുക്കറിയാം, ഇവിടെ അടുത്ത് ദർസ് നടത്തുകയാണ്. ഒരുപാട് കുട്ടികളുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة. മനുഷ്യന് ഭംഗിയാക്കപ്പെട്ടു, മനുഷ്യ സഹജമാണ് ഹുബ്ബു ഷഹവാത്ത്, ചില താല്പര്യങ്ങളോടുള്ള സ്നേഹം, താല്പര്യം, ഇമ്പം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഒന്ന് മിനൻ നിസാഇ, പെണ്ണാണ്. ദുനിയാവിലെ ഒന്നാമത്തെ അപ്പക്കഷ്ണം പെണ്ണാണ്. നമ്മളത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ പെണ്ണിനെ സ്നേഹിക്കാം, പെണ്ണിനെ സ്നേഹിക്കാം, അഥവാ ഭാര്യമാർ, അവരോടുള്ള സ്നേഹമാവാം. പക്ഷെ അതിന് ചില പരിധികൾ പറഞ്ഞിട്ടുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് പെണ്ണിനെ സ്നേഹിക്കാം, പരിധി വിട്ടുകൊണ്ട് പെണ്ണിനെ സ്നേഹിക്കാൻ പാടില്ല. പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല സ്നേഹം കൊടുക്കാം, പരിധിയുടെ പുറത്തു പോയിട്ട് ചെറിയ ഒരു സ്നേഹം പോലും കൊടുക്കാൻ പാടില്ല. സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ട് പെണ്ണിനെ നിസ്കരിക്കാൻ വിളിക്കാതിരിക്കുന്നത് സ്നേഹമാണെങ്കിൽ ആ സ്നേഹം എത്ര ചെറുതാണെങ്കിലും തെറ്റാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ 2 മുഖവും. അപ്പൊ മിനൻ നിസാ, പിന്നെ വൽ ബനീൻ, മക്കളോടുള്ള സ്നേഹം. ആ മക്കളോടുള്ള സ്നേഹം പടച്ചോൻ പറഞ്ഞ പരിധിയിൽ നിന്നുകൊണ്ട് എത്രയും വേണം. പരിധി വിട്ടുകൊണ്ട് ഒരല്പം പോലും ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നു. വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, കൂമ്പാരം കണക്കെ കുന്നുകൂടി കിടക്കുന്ന സ്വർണവെള്ളികളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അന്ന് പ്രധാനമായി നാണയങ്ങളായി ഉപയോഗിച്ചിരുന്നത് സ്വർണം വെള്ളിയാണെന്ന് പറഞ്ഞു. ചുരുക്കി അങ്ങ് പറഞ്ഞാൽ അതിന്റെ ആശയം സമ്പത്തിനോടുള്ള സ്നേഹം എന്നതാണ്.
ഇതും പറ്റും. എന്നാ പറ്റൂല എന്ന് ചോദിച്ചാൽ പറ്റൂല. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനൊരു നല്ല ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കാം, സ്നേഹിച്ചൂടരുത്. അതാണ് അതിന്റെ കറക്റ്റ് ഉത്തരം. അതതിന്റെ ഒരു പരിധിയാണ്. നമ്മൾ സാധാരണ പറയുന്ന വാക്കാണത്. തിന്നോ, തിന്നൂടരുത് എന്ന് പറഞ്ഞാൽ ഓവർ ആവരുത് എന്നതുപോലെ പണം, ആ പണത്തെ ആ പണം എത്ര ഉണ്ടാക്കിയാലും, മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ അലാഖത്തുൽ ഖൽബ് കട്ട് ചെയ്തിട്ടുണ്ടോ, ഹൃദയബന്ധം അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇവരൊക്കെ വലിയ മുതലാളിമാരായിരുന്നു. പക്ഷെ പണം ഉണ്ടെന്ന് കരുതിയിട്ട് അവർ വഷളായിട്ടില്ല. വലിയ മുതലാളിമാരായിരുന്നു. ഇന്നൊരു 10 റുപ്യ ഉണ്ടാകുമ്പോഴേക്ക് തണ്ട് കാട്ടുന്ന മുതലാളിമാർ അവരുടെ മുമ്പിൽ ചെന്നാൽ അവരുടെ മുതലും ഇവരുടെ മുതലും കൂടെ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവരെ മുമ്പിൽ ഇവരെല്ലാ അർത്ഥത്തിലും തലകുനിക്കേണ്ടി വരും. അത്രയും വലിയ പണക്കാരായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാനും അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഒക്കെ. എത്രയോ തവണ നമ്മൾ പറഞ്ഞതാണ് അതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ. ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ ഹൃദയബന്ധം മുറിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി പണമാകാം. എന്താ ഈ പണത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഉള്ള കുഴപ്പം? അത് ഖുർആൻ സൂറത്തുൽ ഹുമസയിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. യഹ്സബു അന്ന മാലഹു അഖ്ലദ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. മനുഷ്യനെ കൊച്ചാക്കുന്ന മനുഷ്യന്മാർ, മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നവര്, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇകഴ്ത്തി കാണുന്നവര്, എന്നും അവരെ അവഗണനയോടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവരെ ഇകഴ്ത്തുകയും കൊച്ചാക്കുകയും പരിഹസിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്കാണ് നാശമായ നാശമെല്ലാം എന്ന് അതിന്റെ മുമ്പ് അല്ലാഹ് പറഞ്ഞു. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇതിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഒരു വികാരം ഏതാണ്? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഹലാലു ഹറാമോ ഒന്നും നോക്കാതെ കുറെ അങ്ങോട്ട് കിട്ടണോടത്തൊക്കെ അങ്ങോട്ട് വലിച്ചു കൂട്ടും. അല്ലദീ ജമഅ മാലൻ, ധാരാളം സമ്പത്ത് ഒരുമിച്ച് കൂട്ടി വഅദ്ദദഹു, അത് ഇടയ്ക്കിടെ എണ്ണി തിട്ടപ്പെടുത്തി, എന്റെ കയ്യിൽ ഇത്ര ഉറുപ്പുണ്ട്, ഞാൻ ഇത്ര ആസ്തിയുള്ള ആളാണ് എന്ന ഒരു മാനസിക സുഖം ഇയാൾക്ക് ഇങ്ങനെ കിട്ടുമ്പം പിന്നെ ഇയാൾക്ക് എന്താവൂല, ഒന്നും വലിപ്പേറൂല. 10 ഉറുപ്പ്യയും 10 ഉറുപ്പ്യ ഉണ്ടാവുമ്പോ 4 ആളും ബാക്കിലുണ്ടാവും. 10 ഉറുപ്പ്യയും 4 ആളും എന്റെ പിന്നാലെ ഉണ്ട് എന്ന് കണ്ടാല് പിന്നെ മൂപ്പർക്ക് അള്ളയില്ല, റസൂലും ഇല്ല, തങ്ങളും ഇല്ല, മൊലേരും ഇല്ല, ദീനും ഇല്ല. ഈ ഒരു അവസ്ഥ കണ്ടു വരും. പിന്നെ എല്ലാം അയാളുടെ പണാണ്. അപ്പൊ പണത്തെ പടച്ചോനാക്കുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യൻ എത്തിയാൽ പരാജയപ്പെട്ടു. അവിടെയാണ് മനുഷ്യൻ തോൽക്കുക. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ എന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് വളരെ വിശദമായ വ്യാഖ്യാനങ്ങളാണ്. നാവുകൊണ്ടുള്ള നാവുകൊണ്ട് പരിഹസിക്കുന്നവനെ ഉമസ എന്നും, പ്രവൃത്തി തലത്തിൽ മറ്റൊരാളെ പരിഹസിക്കുന്നവനെ ലുമസ എന്നും വിളിക്കും. ഉമസ, ലുമസ. മാത്രമല്ല, പരിഹാസം നിത്യത്തൊഴിലാക്കിയ ആളുകളാണ്. നിത്യത്തൊഴിലാക്കിയ ആളുകൾ, അവരെ പറ്റിയാണ് ഹുമസ, ലുമസ എന്ന് പറയാം. അറബിയിൽ ആ പദത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഫുഅല എന്ന ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രവർത്തനത്തിന്റെ ആദത്തിനെ കാണിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നിത്യ സ്വഭാവത്തെ കാണിക്കാനാണ് ആ പ്രയോഗം പ്രയോഗിക്കുക. അല്ലെങ്കിൽ അവിടെ ഹാമിസ് എന്നോ, ഇനി കൂടുതൽ എന്നാണെങ്കിൽ ഹമ്മാസ് എന്നോ ലമ്മാസ് എന്നോ ഒക്കെ പറയാമായിരുന്നു. പക്ഷെ അള്ളാഹു പറഞ്ഞത് ഹുമസ ലുമസ എന്ന് പറഞ്ഞാൽ പരിഹാസം നിത്യത്തൊഴിലാക്കിയ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് ഈ വൈലുല്ലി കുല്ലി ഹുമസ, ഇതിന് 10-ലധികം വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിന്റെ അർത്ഥം കൊടുത്തെടുത്തൊക്കെ ശരിയാണ്. എല്ലാം ദുഷ്ട മനുഷ്യരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നേരെ തിരിച്ചു പറഞ്ഞവരുണ്ട്. ഹുമസ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ടുള്ള പരിഹാസവും, ലുമസ നാവ് കൊണ്ടുമാണ്. അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്ര ഫിറ്റാ.
വിഷയം മാറിപ്പോകുമെന്ന് ഭയന്നിട്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്ര ഫിറ്റ. നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള, നാവല്ലാത്തത് കൊണ്ടുള്ള പരിഹാസങ്ങളൊക്കെ ലുമസയിലാ പെടുന്നത്. തിരിച്ചും പറഞ്ഞവരുണ്ട്, ഹുമസയാണത്, ലുമസ നാവ് കൊണ്ടുമാണ്. ഏതാവട്ടെ, ഇന്നത്തെ സാഹചര്യത്തിൽ അതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് അല്ലെ. നാവ് കൊണ്ട് പരിഹസിക്കുക എന്നുള്ളതിൽ നിന്നൊക്കെ ഒന്ന് പോയി ഇന്ന് ലുമസയാണ് കൂടുതൽ നമ്മിൽ കാണുന്നത്. കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും പോസ്റ്റ് ഇടുന്നതും ഫോർവേഡ് ചെയ്യുന്നതും ഇതൊന്നും പലപ്പോഴും നാവ് കൊണ്ടല്ല, ഇതൊക്കെ കൈകൊണ്ടാണ് നടത്തുന്നത്. കാർട്ടൂൺ വരഞ്ഞിട്ട് പരിഹസിക്കുക കൈകൊണ്ടാണ്, എഴുത്തിലൂടെ പരിഹസിക്കുക കൈകൊണ്ടാണ്. അപ്പൊ കൈകൊണ്ടുള്ള പരിഹാസങ്ങള് വളരെ കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം വോയിസ് ക്ലിപ്പിലൂടെ പരിഹസിക്കുന്നവരുണ്ട്, അത് നാവുകൊണ്ടാണ്. പ്രസംഗത്തിലൂടെ പരിഹസിക്കുന്നവരുണ്ട്, നാവുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിനൊക്കെ കാരണം 10 ഉറുപ്പ്യന്റെ കയ്യിലുണ്ട്, ഇനി എന്നെ ചങ്ങലക്കിടാൻ ആർക്കും ആവില്ല എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് മനുഷ്യൻ മഹാമോശക്കാരനായി പോകുന്നത്. അപ്പൊ അതിന്റെ കാരണം ഖുർആൻ പറയുന്നത് എന്താണ്? ഇവനിങ്ങനെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരു മൂക്കയറില്ല കാളയാവാൻ കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പണം സ്വരുക്കൂട്ടി വെച്ച് ആ പണം ഇടയ്ക്കിടെ എണ്ണുന്നു. അതിൽ കിട്ടുന്ന മാനസിക സുഖത്തിൽ നിന്നാണ് ഇയാൾക്കെല്ലാവരും ചെറുതായി തോന്നുന്നത്. പണമെങ്ങ് കയ്യിൽ കുമിഞ്ഞുകൂടുമ്പോ ആ മനുഷ്യന് തോന്നും, യഹ്സബു, അവന് തോന്നും, അന്നമാലഹു അഖ്ലദ, അവന്റെ സമ്പത്ത് കാലാകാലം ഈ ഭൂമിയിൽ അവനെ ശാശ്വതമായി ജീവിക്കാൻ വിടുമോ എന്ന് പോലും അവൻ ധരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മുതലാളിയെ കണ്ടിട്ടുണ്ടോ? പണം ഉള്ളത് കൊണ്ട് ഞാൻ മരിക്കൂല എന്ന് കരുതിയ? ഖുർആൻ പറയുന്നു, പൈസ ഇങ്ങനെ ഉണ്ടാവുമ്പോ ഈമാനും തഖ്വയും ഇല്ലെങ്കിൽ മനുഷ്യന് തോന്നും ഈ പൈസ ഉള്ളത് കൊണ്ട് ഞാൻ മരിക്കൂല എന്ന് തോന്നും. അതല്ലേ എന്റെ അർത്ഥം? യഹ്സബു, മനുഷ്യൻ വിചാരിക്കും, അന്നമാലഹു, അവന്റെ സമ്പത്ത്, അഖ്ലദഹു, അവനെ കാലാകാലം ശാശ്വതമായി ജീവിപ്പിക്കും എന്നവന് തോന്നിപ്പോകും. നമുക്കറിയാം ഇവിടുത്തെ ഏത് മുതലാളിക്കും അങ്ങനെ ഒരു തോന്നലില്ല. കാരണം എന്താ? മൂപ്പരയിലും വലിയ പണക്കാരനായിരുന്നു വാപ്പ, മൂപ്പര് മരിച്ചത്. വല്യാപ്പ അതിലും വലിയ ജമ്മിയായിരുന്നു, മൂപ്പരും മരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും മരിക്കുന്ന എല്ലാവർക്കും ഉറപ്പാ. പിന്നെ എന്താ ഖുർആൻ ഈ പറഞ്ഞത്? അതിന് കുറെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനമുണ്ട്. അബൂ സഊദ് തങ്ങള് അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനമുണ്ട്. ഐ യഅ്മലു മൻ യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഐ യഅ്മലു അമല മൻ യഹ്സബു അന്ന മാലഹു അഖ്ലദ. എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ കാലാകാലം ഇവിടെ ജീവിക്കുന്ന തോന്നലുള്ള ഒരാളുടെ പ്രവൃത്തികളായിരിക്കും ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പം കാട്ടിക്കൂട്ടണമൊക്കെ കണ്ടാൽ പുറത്തുള്ള ആളുകൾക്ക് തോന്നും 10 ഉറുപ്പ്യ ഉള്ളത് കൊണ്ട് ഇപ്പം മരിക്കൂല എന്നുള്ള വെപ്പറ്റുണ്ടോന്ന് തോന്നിപ്പോകും. അത് ശരിക്കും നമ്മൾ കാണണം. പുറത്തുനിന്ന് ഇങ്ങനെ അപ്പോ അവന് തോന്നുന്നല്ല, കാണുന്നവർക്ക് അങ്ങനെ തോന്നിപ്പോകും. യഹ്സബു അന്ന മാലഹു അഖ്ലദ. എന്നാൽ അതിലും ഗംഭീരമായിട്ട് ചില മഹാന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മഹാൻ പറഞ്ഞത് യസീദു ഫിൽ ഉംർ എന്ന് വിശ്വസിക്കുമെന്നാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അതിങ്ങനെ വായിച്ചപ്പം മനസ്സിന് പൊരുത്തപ്പെട്ട ഒരു വ്യാഖ്യാനമാണത്. യസീദു ഫിൽ ഉംർ യഹ്സബു അന്ന മാലഹു അഖ്ലദ. കാലാകാലം പണമുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരു മുതലാളിക്കും തോന്നൂല, പക്ഷേ അല്പം ആയുസ് നീണ്ടു കിട്ടും. ഈ തോന്നല് പൈസ ഉള്ളവനുണ്ട്. ഇതില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് മുന്നോട്ടാണ്ട് പോകുന്നുള്ളൊരു ധാരണ. ഞാൻ പണ്ട് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത് സൂറത്തു നാസ് തൊട്ടാണ്. റബ്ബിന്നാസ് തൊട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. അന്ന് വൈലുല്ലി കുല്ലി ഹുമസ എടുക്കുമ്പോ ഇത് 15 കൊല്ലം മുമ്പുള്ള സംഗതിയാണ്. ഈ തൂണിന് ചുറ്റും ഇരുന്നിട്ടായിരുന്നു ഒരു 9 പേര്. അന്ന് കുഞ്ഞാക്കയൊക്കെ ഹയാത്തിലുള്ള സമയമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. അതുപോലെ അന്ന് നമ്മുടെ ക്ലാസ്സിലുള്ള പലരും, മരിച്ചുപോയ ബിച്ചാൻ, ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ എന്നും എന്റെ വാഹനത്തിൽ കയറിയിട്ട് എന്റെ കൂടെ അങ്ങ് പോരലായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പരതിയപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം
ഇത് എന്താണ് നിങ്ങട്ട് ശരിക്കും ഇങ്ങോട്ട് മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാന് കുറെ മുമ്പാണ് ഒരാളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അയാള് വാൾവിന്റെ അസുഖമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വാൾവൊക്കെ മാറ്റി വെച്ചു, വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോ കാണാൻ പോയി. ഒരു അജയരാണ്. അദ്ദേഹത്തെ കാണാൻ പോയപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചു. ആചാര്യ, എപ്പത്തെ വർത്താനം എന്താണ്, സുഖം തന്നെയല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ നല്ല സുഖാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടായിരുന്നു. എന്ത് വാൾവിന് അസുഖം ഉണ്ടായാലും കിഡ്നിക്ക് അസുഖം ഉണ്ടായാലും ആന്തരാവയവങ്ങൾക്കൊക്കെ അസുഖം ഉണ്ടായാൽ പേടിക്കേണ്ടതൊക്കെ പണ്ടായിരുന്നു ഇയാൾ പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ ഇന്ന് പേടിയൊന്നുമില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ ഇന്ന് പൈസ ഉണ്ടെങ്കിൽ വാൾവ് എത്ര വേണ്ടെങ്കിലും ഇങ്ങനെ പുറത്ത് കിട്ടാണ്ട്, ഡോക്ടറും ഉണ്ട്, ഡോക്ടർമാരും ഉണ്ട്, ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ ഇന്ന് അതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ മനുഷ്യന് തോന്നുന്നുണ്ട്, എന്ത് പൈസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ജീവിക്കാം. അതാണ് യഹ്സബു അന്ന മാലഹു അഖ്ലദ. യഹ്സബു അന്ന മാലഹു അഖ്ലദ. സത്യമാണ്, പടച്ചോൻ പറഞ്ഞത് സത്യമാണ്. പൈസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഞാൻ മുന്നോട്ട് പോകുന്നു മനുഷ്യന് തോന്നുന്നുണ്ട്. കാലാകാലം ജീവിക്കുന്നല്ല, യസീദു ഫിൽ ഉംർ. ഇതുണ്ട്, ഇത് പലർക്കും തോന്നുന്നുണ്ട്. ഈ ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഹൃദയബന്ധം ഉണ്ടാകരുത് പണവുമായിട്ട്. ഇതാണ് മഖ്ദൂം തങ്ങൾ പറഞ്ഞ അലാഖത്തുൽ ഖൽബ് വിച്ഛേദിക്കലാണ് സുഹൃദ്. അല്ലാതെ സമ്പത്ത് വേണ്ടാന്ന് വെക്കലല്ല, ഫഖ്ദുൽ മാലല്ല, സമ്പത്ത് ഇല്ലാതാക്കലല്ല, വേണ്ടാന്ന് വെക്കലല്ല. സുഹൃദ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ മുതലാളിയും ആ സമ്പത്തിനോട് അയാൾക്ക് ഹൃദയബന്ധമില്ലെങ്കിൽ അയാൾ സാഹിദാണ്. അയാൾ സാഹിദാണ്. അയാളുടെ സമ്പത്തോ അയാളുടെ സൗകര്യങ്ങളോ അതൊന്നും പരിഗണിക്കുന്നില്ല, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് പടച്ചോനാക്കി കൊണ്ട് നടക്കുന്നില്ല, അയാൾ സാഹിദ. നേരെ മറിച്ചോ ഇപ്പുറത്ത് ഒരു ദിവസം 100 റുപ്യ കഷ്ടിച്ചൊപ്പിക്കുന്ന ഒരാളുണ്ട്. അയാൾ ആ 100 റുപ്യ അതിനെ ആരാധിക്കുക. അയാൾ ഈ 100 റുപ്യനെ ആരാധിക്കുകയാണ്. പൈസ എന്ന് വെച്ചാൽ ഇയാൾ അങ്ങോട്ട് മരിക്കും. ഇയാള് മുഹിബുദ്ദുന്യയുമാണ്. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. ഇതാണ് മനസ്സിലാക്കിയ വിഷയം തീർന്നു. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തലമറന്ന് എണ്ണ തേക്കുന്നത് പലരും ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ കാരണം. അത് നമ്മൾ വളരെ ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ടതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കയറാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചതിൽ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കിയ ഒരു ഭാഗം കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ഇനി ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങളിൽ നമ്പർ 4, ഈ ദുനിയാവിലെ 4ാമത്തെ അപ്പക്കഷ്ണം ഏതാണ്? വൽ ഖൈലിൽ മുസവ്വമ. മേത്തരം വാഹനമാണ്. മേത്തരം വാഹനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ പഠിപ്പിച്ചത് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുക. വൽ ഖൈലിൽ മുസവ്വമ. ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റും, എന്നാ പറ്റാത്ത വിധമുണ്ട്. മക്കളെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റും, പറ്റാത്തതുമുണ്ട്. സമ്പത്തിനെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റുന്നതുമുണ്ട്, പറ്റാത്തതുമുണ്ട്. എന്നതുപോലെ നല്ല വാഹനങ്ങളോടുള്ള സ്നേഹം പറ്റുമോ? പറ്റും. പറ്റൂലെന്ന് വെച്ചാൽ പറ്റൂല. 2 മുഖം ഇവിടെ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സുയ്യിന ലിന്നാസ് ഞാൻ അന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാ. സയ്യന അല്ലാഹു ആണെങ്കിൽ ഓക്കെ, സയ്യന ശൈത്വാനു ആണെങ്കിൽ പറ്റില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടാനാണ് സുയ്യിന എന്ന പ്രയോഗം നടത്തിയത് എന്ന് അന്ന് ഞാൻ പറയുകയുണ്ടായി, ഓർക്കുന്നുണ്ടാകും. അപ്പം വൽ ഖൈലിൽ മുസവ്വമ. പലപ്പോഴും പലരും തെറ്റായി ധരിച്ചു പോകുന്ന ഒരു ഭാഗമാണ് ഇതൊക്കെ. വൽ ഖൈലിൽ മുസവ്വമ, വാഹനം പറ്റുമോ? പറ്റൂലേ? പറ്റും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ സആദത്തി ബിനി ആദം. ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്, ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്ത്? 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. 1 നല്ല വീട്, നല്ല ഭാര്യ, നല്ല വാഹനം. ഒരു ഹദീസിൽ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ കുട്ടിയെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
നല്ല വീട്, നല്ല ഭാര്യ, നല്ല കുട്ടി, അതുപോലെ തന്നെ നല്ല വാഹനം. 4 അർബഉ മിൻ സഅദത്തി ഇബ്നി ആദം. 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ 4 ഉണ്ടായാൽ ഒരു മനുഷ്യന് ഭാഗ്യം പൂർത്തിയായി. ഭാഗ്യം പൂർത്തിയായി. ഏതൊക്കെയാ പറഞ്ഞത്? 1 അൽ മൻസിലു സാലിഹ്, നല്ല വീട്. അൽ മർഅതു സാലിഹ, നല്ല പെണ്ണ്. വൽ വലദു സാലിഹ്, നല്ല കുട്ടി. വൽ മർകബു സാലിഹ്, നല്ല വാഹനം. വൽ മൻസിലു സാലിഹ്, നല്ല വീട്. വേറൊരു ഹദീസിലുള്ളത് വൽ മൻസിലുൽ വാസിഅ, വിശാലമായ വീട്. അതിന്റെ ഓപ്പോസിറ്റിൽ വൽ മൻസിലു ദയ്യിഖ്, ഇടുങ്ങിയ വീട്. ഏത് മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണമായിട്ട് പറയുന്നു. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അയാളുടെ സൗഭാഗ്യമാണ്. നല്ല ഒരു ഭാര്യ. ഇനി ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നുണ്ട്. ഇന്ന മിൻ ശഖാവത്തി ഇബ്നി ആദം, ഒരു മനുഷ്യന്റെ പരാജയം, അവന്റെ ഭാഗ്യക്കേട്, അവന്റെ ദൗർഭാഗ്യം എന്താണെന്നറിയോ? 4 കാര്യങ്ങളാണ്. എന്നിട്ട് ഇതിലൊക്കെ പറഞ്ഞതിനോടൊക്കെ അസൂ ചേർത്തുകൊണ്ട് പറഞ്ഞു. അൽ മൻസിലു സൂ, അൽ മർഅതു സൂ, അൽ വലദു സൂ എന്ന് പറഞ്ഞാൽ ചീത്ത വീട്, ചീത്ത പെണ്ണ്, ചീത്ത കുട്ടി, ചീത്ത വാഹനം. എന്താണ് സയ്യിദുനാ റസൂലുള്ളാഹി ഇങ്ങനെ പറയുന്നത്? ഇത് 4 നന്നായാൽ അവന്റെ ജീവിതം സന്തോഷകരായിരിക്കും. ഇത് 4 കേടെന്നാലോ അവനെ പോലെ തെണ്ടിയോലാരും ഉണ്ടാവൂല. ഇത് 4 ശരിയായവർക്ക് ബോധ്യപ്പെട്ടതായിരിക്കും, കേടുന്നവർക്കും ബോധ്യപ്പെട്ടതായിരിക്കും. പെണ്ണ് നന്നായാലും അത്രത്തോളം വലിയ സന്തോഷം വേറൊന്നുമില്ല, യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്ന മിൻഹുന്ന ലഗുൻമൻ ലാ യുഹദാ മിൻഹു വഗുല്ലൻ ലാ യുഫ്ദാ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ മഹാഭാഗ്യങ്ങളായ ചില പെണ്ണുങ്ങളുണ്ട്, അവരെ കിട്ടിയാൽ അവർ മറ്റൊരാൾക്ക് പങ്കുവെക്കുകയില്ല. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ലഗുല്ലൻ, ചില വണ്ടിം വലകളും ഉണ്ട്, ലാ യുഫ്ദാ മിൻഹു, മോചനമില്ലാത്ത വണ്ടിം വലയും. തലേ കുടുങ്ങിയാ കുടുങ്ങി. ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ഇത് അനുഭവിച്ചവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും. നല്ല പെണ്ണിനെ കിട്ടിയതിന്റെ സന്തോഷവും ചീത്ത പെണ്ണിനെ കിട്ടിയതിന്റെ സങ്കടവും രണ്ടും അനുഭവിക്കുന്നവരുണ്ടാവും. അള്ളാഹു നമ്മുടെ അഹ്ലു ഇയാൽ, നമ്മുടെ കുടുംബിനികൾ, നമ്മുടെ മക്കൾ, അവരുടെയൊക്കെ സ്വഭാവങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷം നൽകട്ടെ. അത് സത്യമാണ്. അതുപോലെ തന്നെ മക്കള് പറയേണ്ടതില്ലല്ലോ. നന്നായാൽ അതിന്റെ ഗുണം മനുഷ്യൻ അനുഭവിക്കും, ചീത്തയായാൽ ഇത്ര വിഷമം ഇനി അനുഭവിക്കാനും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ എല്ലാ അർത്ഥത്തിലും നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. എന്നതുപോലെ വാഹനം, വീട്, ഇത് രണ്ടും അങ്ങനെ തന്നെ. വീട് നന്നായാൽ നല്ല സുഖമാണ്. ഇനി ചെറിയൊരു വീടായാലും ആ വീട് നന്നായാൽ സുഖമായിരിക്കും. ഇനി ആ വീട്ടിൽ താമസിക്കാൻ ഒരു സുഖവുമില്ല എങ്കിലോ അയാളുടെ കഥ പറയാനുമില്ല. വീടും നന്നാവണം, അതുപോലെ തന്നെ വാഹനവും നന്നാവണം. വാഹനം നന്നായ റാഹത്തായി, നന്നായില്ലെങ്കിലോ ഇവനെ കുത്തുപാള എടുപ്പിക്കാൻ ആ വാഹനം മതിയാവും. അതിന് കൂടുതലൊന്നും വേണ്ട, ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായാൽ മതിയാവും ഒരു അരിക്കാവാനേ. അത് മര്യാദക്കല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായാൽ മതിയാവും, അത് മര്യാദക്കല്ലെങ്കിൽ അവനെ ഒരു അരിക്കാക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നല്ല ഒരു വാഹനം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നാൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു ഭാഗമുണ്ട് ഈ ഹദീസൊക്കെ പറയുമ്പോൾ. അതെന്താ? നമ്മളിൽ പലരും ഈ 4 സൗഭാഗ്യങ്ങളുള്ളവരാണ്. അള്ളാഹു മെച്ചപ്പെട്ട ഒരു പെണ്ണും മെച്ചപ്പെട്ട മക്കളെയും വീടും വാഹനവും ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ പറയുന്നുണ്ടോ എന്ന് ശരിക്കും നമ്മൾ എപ്പോഴും ആലോചിക്കണം, എപ്പോഴും ആലോചിക്കേണ്ടതാണ്. അപ്പോ വാഹനം ഉണ്ടാവുക എന്ന് പറഞ്ഞതൊരു മോശപ്പെട്ട സംഗതിയല്ല, ഉണ്ടാവാം. അതിനി എങ്ങനെയാ? വൽ ഖൈലി എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് നിർത്തിയോ? കുതിര എന്ന് പറഞ്ഞിട്ട് നിർത്തിയോ? അല്ലെങ്കിൽ ഒട്ടകം എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ കഴുത എന്ന് പറഞ്ഞോ? ഇല്ല. കുതിര എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും നല്ല വാഹനമാണ് ഏത്? കുതിര. ഖുർആൻ ഇറങ്ങുന്ന സംബോധിതരുടെ മുമ്പിൽ ഏറ്റവും നല്ല വാഹനമാണ് ഏത്? കുതിര. ആ കുതിരക്ക് തന്നെ വീണ്ടും വിശേഷണം കൊടുത്തിട്ടാ പറഞ്ഞത് വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം കുതിരകൾ, തുർക്കി കുതിരകൾ അവർക്ക് വലിയ ഇഷ്ടായിരുന്നു. തുർക്കി കുതിരകൾ വലിയ ഇഷ്ടായിരുന്നു. അപ്പൊ വാഹനം നന്നാവുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനും വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി അതൊക്കെ ആവാം.
അവനവന്റെ സൗകര്യത്തിനാണ് വാഹനം, ആ വാഹനമാവാം. ഇന്ന് പലരും ഏത് ചെയ്യുന്നു? ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാള്, അയാള് പലപ്പോഴും മതപരമായ കാഴ്ചപ്പാടിലൂടെ നോക്കിയിട്ട് ചിലരൊക്കെ അയാൾ നല്ലവനാണോ ചീത്ത ആളാണോ എന്ന് തീരുമാനിക്കാൻ ഇയാളുടെ വാഹനം എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട്, വാഹനം മോശമാണെങ്കിൽ ആള് നല്ലയാളാണ്, നല്ല വാഹനത്തിലാ സഞ്ചരിക്കുന്നതെങ്കിൽ, നല്ല ഷർട്ടും തുണിയാണ് ഉടുക്കുന്നതെങ്കിൽ അയാളും ഏതാണ്? മോശപ്പെട്ടയാളാണ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് ജനങ്ങൾ പലപ്പോഴും എത്തുന്നുണ്ട്. ഇത് അപകടമാണ്. കാരണം അതൊന്നുമല്ല മാനദണ്ഡങ്ങൾ. രാജാക്കന്മാരെ പോലെ ജീവിച്ച മുത്തഖീങ്ങളായ സാഹിദീങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തൊക്കെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും ഹൃദയബന്ധം അതിനോടില്ലേ, അയാൾ സാഹിദാണ്. രാജാക്കന്മാരെ പോലെ ജീവിച്ച സാഹിദീങ്ങളുണ്ട്, അതേസമയം ഒന്നുമില്ലാതെ ജീവിച്ചവരുണ്ട്. അതിലല്ല കഥയിരിക്കുന്നത്. ഇവന്റെ ഹൃദയവും ഈ സൗകര്യങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട് ഇത് നോക്കിയിട്ടാണ്. കാരണം എന്താ? ആവശ്യത്തിനനുസരിച്ചാണ് വാഹനങ്ങൾ, ആവശ്യത്തിനനുസരിച്ച്. അല്ലാഹു തആല എല്ലാവർക്കും ഒരേ സൗകര്യങ്ങളല്ല കൊടുത്തത്. വാഹനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരിൽ അല്ലാഹു തആല സുലൈമാൻ നബിക്ക് കൊടുത്ത സൗകര്യം ഒന്ന് നോക്ക്. സുലൈമാൻ നബിക്ക്, കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാം രാജ്യം മുഴുവൻ ഒരേ സമയത്ത് ഭരിച്ച വലിയ ഭരണാധികാരിയായിരുന്നു. രാജ്യം മുഴുവൻ ഭരിച്ച, എല്ലാം കൂടെ ഒരുമിച്ച് ഭരിച്ച 3-4 രാജാക്കന്മാരുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത വാഹന സൗകര്യം എത്ര മെച്ചപ്പെട്ട വാഹന സൗകര്യമായിരുന്നു. ഖുർആൻ പറയുന്നു, വലിസുലൈമാനർ-റീഹ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നമ്മൾ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, അധീനപ്പെടുത്തി കൊടുത്തു. ഉദൂഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ വഅസൽനാ ലഹു ഐനൽ ഖിത്ർ വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബി വമൻ യസിഖ് മിൻഹും അൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നമ്മൾ കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. സൂറത്തു സബ് 12. സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത വാഹന സൗകര്യ പറയുന്നത് 429 സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത വാഹന സൗകര്യം. സുലൈമാൻ നബി അലൈഹിസ്സലാം സഞ്ചരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അടക്കി ഭരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ ഉള്ള സുലൈമാൻ നബിക്ക് എന്ത് ചെയ്യേണ്ടി വരും? 10 മണിക്ക് ഡൽഹിയിലെത്തേണ്ടി വരും. ഇതെത്തണമെങ്കിൽ ഒരു ലൊക്കട ഓട്ടോറിക്ഷയിൽ പോയിട്ട് എത്തുമോ? എത്തൂല. അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് നല്ല വാഹനം വേണ്ടി വരും. അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ ഈ കുറുമ്പും കുശുമ്പും ഒക്കെ തീരും. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വെറുതെ ഏത് ചെയ്യുന്നത്, വെറുതെ ഒരിക്കലും കല്ലെറിയാൻ പാടില്ലാത്തിടത്തേക്ക് ഇത് പറഞ്ഞിട്ട് കല്ലെറിയുന്നത്. കല്ലെറിയുന്നവരോ ഇത് പറയാൻ വരുന്നത് മേത്തരം വാഹനങ്ങളിൽ. അങ്ങനെ കുറ്റം പറയാൻ വരുന്നവര് വന്നത് ഏറ്റവും നല്ല വാഹനങ്ങളിൽ. എന്നിട്ട് ഇങ്ങനെ പറയന്നെ. ആരാണ്? ജനങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ജനങ്ങൾ എന്താണ് എന്നെ പറ്റി വിലയിരുത്തുന്നത്? ഒന്നുമില്ല. കുറ്റം പറയൽ ഒരു തൊഴിലാക്കി മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഇതിന് പല വ്യാഖ്യാനങ്ങളും പലരും പറയുന്നു. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്നതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. എനിക്കതിങ്ങനെ വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ആശയമുണ്ട്. ഞാൻ ആ ഹദീസ് ആദ്യം വായിച്ചു തരാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അത് മുത്തുനബി പറഞ്ഞു പഠിപ്പിച്ചതാണ് ഇതിന്റെ വിശദീകരണം. മുത്തുനബി ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ശിറാറു ഇബാദില്ലാഹ്, ശിറാറു ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും മോശപ്പെട്ടവർ. ശിറാറു ഇബാദില്ലാഹ് അൽ മശാഊന ബിന്നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ അൽ ബാഗൂന ലിൽ ബുറാഇൽ ഐബ് എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസ ലുമസ എന്നുള്ളതിന് ഞാൻ അതിലേറെ ഫിറ്റായ ഒരു തഫ്സീർ കാണുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്
നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അത് നബിതങ്ങൾ ഹുമസന്റെ അർത്ഥം പറഞ്ഞതല്ല കേട്ടോ, നബിതങ്ങൾ ഒരു ഹദീസ് പറഞ്ഞതാണ്. അത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറഞ്ഞു, അതാണ് ഹുമസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബിതങ്ങൾ അത് ആയത്തിന്റെ അർത്ഥമായിട്ട് കൊടുത്തതല്ല, ഹുമസ എന്നതിന്റെ തഫ്സീറായിട്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറഞ്ഞത് മുത്തുനബിയാണ് ഈ ഹദീസ്. ശിറാറു ഇബാദില്ല, അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടത് അൽ മശാഊന ബിൻ നമീമ, നമീമത്തുമായിട്ട് പരക്കം പായുന്ന ആളുകളാണ്. ഇന്ന് കൊണ്ടോട്ടി, നാളെ മലപ്പുറത്ത്, മറ്റന്നാള് കാസർഗോഡ്, അതിന്റെ പിറ്റേന്ന് നാദാപുരത്ത്, അങ്ങനെ നടക്കുന്ന അൽ മശാഊന ബിൻ നമീമ, നമീമത്തുമായിട്ട് പരക്കം പായുക. വേറെ പണിയൊന്നുമില്ല. അതിന് ക്ലിപ്പിടാൻ പറ്റുമെങ്കിൽ ക്ലിപ്പിടുക, അല്ലെങ്കിൽ കളിയാക്കാൻ പറ്റുമെങ്കിൽ കളിയാക്കുക, എന്തൊക്കെയാ പറയാൻ പറ്റുന്നതെങ്കിൽ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അൽ മശാഊന ബിൻ നമീമ. അവിടെയാണ് മഹാന്മാർ പറഞ്ഞത് അൽ മാശൂന ബിൻ നമീമ എന്നല്ല പറഞ്ഞത്. അൽ മാശൂന ബിൻ നമീമ പറഞ്ഞാൽ ഏഷണിയായിട്ട് ഇങ്ങനെ നടക്കണോലെന്നാ, മശാഊന പറഞ്ഞാൽ പാരക്കം പായണോലെന്നാ, രണ്ടും മാറ്റമുണ്ട്. അറബി ഭാഷ അറിയുന്നവർക്ക് അത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പരക്കം പായുന്നവർ അൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ. എന്താ അവരുടെ ലക്ഷ്യം? ഇതിനങ്ങനെ പരക്കം പായുന്നത്? ഇവർക്ക് എന്താണ് ഇതിലുള്ള താല്പര്യം? അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പരസ്പരം നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഒരു മഹല്ലത്തിൽ നല്ല സ്നേഹത്തിൽ കഴിയുന്ന മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ. എത്ര ശരിയാണിത്! മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ, അഹിബ്ബത്തിനിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് മഹല്ലിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകള്. ഞാനിതിങ്ങനെ വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന തെറി പ്രസംഗകരാണ്. ഞാനിത് പറയുന്നതിൽ ആർക്കും വിഷമം തോന്നരുത്, നന്നായി ഗൗരവത്തോടെ ആലോചിച്ചോളണം. മുത്തുനബി പറഞ്ഞു അൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ അൽ ബാഗൂന ലിൽ ബുറാഇൽ ഐബ്. അൽ ബാഗൂന ലിൽ ബുറാഇൽ ഐബ്, നിരപരാധികളായ ആളുകൾ, ഒരു കുറ്റവും കുറവും അവർക്ക് കാണാനില്ല, അവർക്ക് കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കുന്നവര്. എത്ര ശരിയാണിത്! അൽ ബാഗൂന ലിൽ ബുറാഇൽ ഐബ്. ബുറാ എന്ന് പറഞ്ഞാൽ ബരി എന്നതിന്റെ ബഹുവചനാണ്. ഒന്നുമില്ലാത്ത, കുറ്റവും കുറവൊന്നും ഇല്ലാത്ത ആളുകൾ, പക്ഷെ അവർക്ക് വല്ല കുറ്റവും കുറവുണ്ടോ നോക്കുക, 100 ഗുണം ഇപ്പുറത്ത് ചെയ്യുന്നുണ്ട്, അത് കാണുന്നില്ല. എവിടെയാണ് ഇയാളെ കുറ്റം പറയാൻ ചാൻസ് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക? അൽ ബാഗൂന ലിൽ ബുറാഇൽ ഐബ്, നിരപരാധികളായ ആളുകൾക്ക് കുറ്റവും കുറവും കണ്ടെത്താൻ തേടി അന്വേഷിച്ച് നടക്കുന്നവർ. നബിതങ്ങളുടെ ആ ശൈലി, അൽ ബാഗൂൻ, തേടി അന്വേഷിച്ച് നടക്കുന്നവർ. ലിൽ ബുറാഇ, നിരപരാധികൾക്ക് അൽ ഐബ, കുറ്റവും കുറവും എവിടെയുണ്ടോ നോക്കിയിട്ട് എന്നിട്ട് ഈ പുഴുക്കുത്ത് മാത്രം കാണുന്നവർ. 100 ഹൈർ പുറത്ത് പറയാണ്ടാവും, പറയില്ല. ഒരു തിന്മ കിട്ടിയാൽ അത് വെച്ചിട്ട് കാടടച്ച് വെടിവെക്കുകയാണ്. എന്നിട്ട് എന്ത് തോന്നിയാസവും പറയാം. സുബ്ഹാനല്ലാഹ്. ഇതാ ഞാൻ പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഒരു മാനദണ്ഡം എന്താണ് നന്മ തിന്മ, ഇത് വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ അറിയാഞ്ഞാൽ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തലമറന്ന് എണ്ണ തേക്കും. പേടിക്കണം. ഒരു കാരണവശാലും തീക്കൊള്ളി കൊണ്ട് തലമണ്ട ചൊറിയുന്ന പരിപാടി ഒരാളും എടുക്കാൻ പാടില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വൽ ഖൈലിൽ മുസവ്വമ എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ വാഹനമാവാമെന്നാണ് 1ാം സ്റ്റെപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇനി അതിന് 2ാം സ്റ്റെപ്പ് വേറെ ഉണ്ട്. അതിന്റെ മുമ്പ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതൊന്ന് പറയാം. സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത വാഹന സൗകര്യം എന്തായിരുന്നു? സുലൈമാൻ നബിക്ക് ഇപ്പോ ഇവിടുന്ന് ഡൽഹിയിലേക്ക് എത്തണം തോന്നുകയാണ്. സുലൈമാൻ നബി എങ്ങനെയാ പോയിരുന്ന കാര്യങ്ങള്? നമ്മളെ പോലെ ഒരു പ്രയാസമില്ലായിരുന്നു. ഒരു പ്രയാസമില്ല. ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു മുസല്ല അതിങ്ങനെ വിരിച്ചിട്ട് അതിലിങ്ങനെ ഇരുന്നാൽ ബിസ്മിയാണ് ചൊല്ലിയാൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഈ മുസല്ല അല്ലെങ്കിൽ ഈ ടേബിൾ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് ഉയരും, മഹാനവറുകളെ കൊണ്ടങ്ങ് പറക്കും. അങ്ങനെയാ ചെയ്യുന്നത്. അള്ളാഹു കറാമത്തിലൂടെ ഒരുക്കി കൊടുത്ത വലിയൊരു വാഹനം. കാറ്റിന്റെ വേഗത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവർ സഞ്ചരിച്ചിരുന്നത്. നോക്കൂ നിങ്ങൾ, ഈ പ്ലെയിനുകളൊക്കെ വരുന്നതിന്റെ മുൻപാണ്. അതൊന്നും ആലോചിക്കാൻ പോലും, ഫ്ലൈറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ അതിലും മെച്ചപ്പെട്ട സൗകര്യം, യാത്രാ സൗകര്യം അനുഭവിച്ചയാളാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. വലി സുലൈമാൻ നബിക്ക് നമ്മൾ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, അധീനപ്പെടുത്തി കൊടുത്തു. ഉദൂഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ. ഉദൂഹാ ശഹ്റുൻ
വറവാഹുഹാ ശഹ്ർ, അതിന്റെ ഒരു പ്രഭാത യാത്ര, ഉദുവുഹ, അതിന്റെ ഒരു പ്രഭാതയാത്ര ശഹ്റുൻ, ഒരു മാസത്തെ വൈദൂരമാണ് വിട്ടുകിടക്കുക. അതിന്റെ ഒരു പ്രഭാതയാത്ര ഒരു മാസത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരല്പസമയം നടത്തുന്ന യാത്ര കൊണ്ട് നമ്മൾ സാധാരണ ഒരു മാസം യാത്ര ചെയ്യുന്ന ദൂരം പാസ് ചെയ്ത് പോകും. കാരണം കാറ്റിന്റെ വേഗതയാണ് വാഹനത്തിനുള്ളത്. അതാ കാരണം കാറ്റിൽ പറക്കുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അള്ളാഹു കൊടുത്തു. കാരണം എന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ലൈൻ ബസ് വരും വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തുനിന്നാ നടക്കൂല. സുലൈമാൻ നബിക്ക് വേഗം അവിടെ എത്തണം. അപ്പൊ സുലൈമാൻ നബിക്ക് അള്ളാഹു ആ സൗകര്യം ചെയ്തു കൊടുത്തു. വലി സുലൈമാന റിഹ ഉദുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ വറവാഹുഹാ ശഹ്ർ. ആ വാഹനത്തിന്റെ, ആ കാറ്റിന്റെ ഒരു സായാഹ്ന യാത്ര, ഒരു വൈകുന്നേര യാത്ര ശഹ്റുൻ, ഒരു മാസത്തെ വൈദൂരം പിന്നിടും. അപ്പൊ നട്ടുച്ചക്കുള്ള യാത്ര അങ്ങ് ഒഴിവാക്കാം. വെയിൽ കൊണ്ട് യാത്ര ചെയ്യണ്ട. രാവിലെയും വൈകുന്നേരവും വെയിലില്ലാത്ത സമയത്ത് മാത്രം ഒരു ദിവസം യാത്ര ചെയ്താൽ 2 മാസത്തെ വൈദൂരം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പിന്നിടുമായിരുന്നു. സൂറത്തു സബ നോക്ക് നിങ്ങൾ, ഖുർആനാണ്. വലി സുലൈമാന റിഹ ഉദുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ വഅസൽനാ ലഹു ഐനൽ ഖിത്ർ. സുലൈമാൻ നബിക്ക് അത് മാത്രമല്ല, അല്ലാഹു തആല ചെമ്പുകൾ ഉരുക്കി അതിന്റെ ഉറവകൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുത്തു. വഅസൽനാ ലഹു ഐനൽ ഖിത്ർ വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ പെർമിഷനോടുകൂടെ, സമ്മതത്തോടുകൂടെ സുലൈമാൻ നബിക്ക് വേണ്ടി പണിയെടുക്കുന്ന ജിന്നുകളെയും അല്ലാഹു ഒരുക്കി കൊടുത്തു. വമൻ യസിഖ് മിൻഹും മൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ. നമ്മുടെ കൽപ്പന ആരാണോ ആ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ കൽപ്പനയിൽ നിന്ന് വ്യതിചലിക്കുന്നത്, ധിക്കരിച്ചു പോകുന്നത്, അവരെ നാം ശക്തമായി ശിക്ഷിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു ജിന്നുകളെ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണ് കേട്ടോളം, അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യും പടച്ചോൻ. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം സർവ്വ ജിന്നുകളെയും മൂക്കയറിട്ട് കൊണ്ടു നടന്നു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. വലിയൊരു സംഭവമാണ്. നോക്കൂ നിങ്ങൾ, ഇതേ വിഷയം തന്നെ നമുക്ക് കാണാം സൂറത്തുൽ അംബിയായിൽ അല്ലാഹ് പറഞ്ഞത് കാണാം. എന്തിനത് പറയുന്നതെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് ശരിക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയും. വദാവൂദ വസുലൈമാൻ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വലി സുലൈമാന റിഹ ആസിഫതൻ തജ്രി ബി അംരിഹി ഇലൽ അർദില്ലതി ബാറക്നാ ഫിഹാ വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ. ആ ഭാഗം മാത്രം വായിക്കാം. വലി സുലൈമാന റിഹ ആസിഫതൻ തജ്രി ബി അംരി. അത് മാത്രം പറഞ്ഞാൽ തന്നെ സംഗതി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ആ ഭാഗം മാത്രം യാത്രയുടെ സൗകര്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. വലി സുലൈമാൻ റിഹ ആസിഫതൻ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് നമ്മൾ അടിച്ചു വീശുന്ന കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. വലി സുലൈമാൻ റിഹ ആസിഫതൻ, സുലൈമാൻ നബിക്ക് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആസിഫതൻ, അടിച്ചു വീശുന്ന അവസ്ഥയിൽ, അടിച്ചു വീശുന്ന കാറ്റിനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രി ബി അംരിഹി, തജ്രി ബി അംരിഹി, ആ കാറ്റ് സഞ്ചരിക്കുന്നത് ബി അംരിഹി. എന്താ അതിന്റെ അർത്ഥം? തജ്രി ബി അംരിഹി. ശരിക്കും ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. തജ്രി, ഖുർആൻ പറയാൻ, ആ കാറ്റ് സഞ്ചരിക്കുന്നത് ബി അംരിഹി, സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരമാണ്. ഇവിടെയാണ് പണ്ട് ഒരു ഉസ്താദും ഒരു മൗലവിയും തമ്മിൽ സംവാദം നടക്കുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയിൽ, അല്ലാതെ ഔദ്യോഗിക സംവാദമല്ല, ഒരു ചർച്ചയിൽ ഈ ആയത്ത് ഒരു ഉസ്താദ് ഓതിയപ്പോ സുലൈമാൻ നബി അലൈഹി, അള്ളാഹുവിന്റെ മഹാന്മാർക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല. അള്ളാഹു തആല എന്താണോ തീരുമാനിക്കുന്നത് അതിങ്ങനെ സംഭവിക്കുക ചെയ്യാം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അല്ല, ഇവരുടെ തീരുമാനത്തിനനുസരിച്ച് അള്ളാഹു അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവർ വിചാരിച്ചതുപോലെ ആക്കി കൊടുക്കുന്നതാണ്.
അതെവിടെയുള്ളത്? അപ്പൊ ഉസ്താദ് ഓതി ആയത്ത് വലി സുലൈമാൻ കുടുങ്ങിപ്പോയി. മൗലവി പറഞ്ഞു ബി അംരിഹി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൽപ്പന മുഖേനയാണ്. അതിന്റെ അർത്ഥം ഉസ്താദ് വിട്ടില്ല. അള്ളാന്ന് എവിടെ മൗലവിയാടുള്ളത് എന്ന് വെച്ചു. ഇതിന്റെ മുമ്പ് അള്ളാഹ് വേണ്ടേ? ഈ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞതിനെ അള്ളാഹുവിലേക്ക് മടക്കണമെങ്കിൽ മുമ്പ് അള്ളാഹ് വേണം. അള്ളാഹിനെ അവിടെ പറഞ്ഞിട്ടേ ഇല്ല. വലി സുലൈമാന റീഹ, സുലൈമാൻ നബി ഉണ്ട്, കാറ്റുണ്ട്, അത് രണ്ടും ഉള്ളു അവിടെ. അത് രണ്ടും ഉള്ളു. വലി സുലൈമാന റീഹ തജ്രി ബി അംരിഹി, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൽപ്പനയോട്. എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞത് ഐ സുലൈമാൻ, കാരണം അത് അങ്ങനെ ചാൻസ് ഉള്ളൂ. സുലൈമാൻ നബി പറയുന്നതിനനുസരിച്ച് കാറ്റിന്റെ ഗതി നിയന്ത്രിക്കൂ ആര്? സുലൈമാൻ നബി. ഇതിന്റെ അർത്ഥം ഇപ്പൊ സുലൈമാൻ നബി പടച്ചോനെ തോൽപ്പിക്കുക അല്ല. പടച്ചോന് സുലൈമാൻ നബിനോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞായിരിക്കും അല്ലാഹു തആല കാറ്റിനെ അടുപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആവശ്യം. പടച്ചോൻ വിചാരിച്ചിടത്തേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം ഏത് ചെയ്യുന്നു? കാറ്റിനോട് പോകാൻ പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ശരിയായിരിക്കും. പക്ഷെ ഈ പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നു, ആ ഭാഗത്തേക്ക് പോകുന്നു, അത് കൊണ്ടുപോകുന്നത് പടച്ചോൻ. തജ്രീബി അംരിഹി, തജ്രീബി അംരിഹി. മറ്റുള്ള കാര്യങ്ങളെല്ലാം പടച്ചോൻ തന്നെയാണ് ചെയ്യുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഇവർ പറഞ്ഞാൽ കുടുങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പാണ്. എന്ത് സാധാരണ കാര്യങ്ങളൊക്കെ പടച്ചോൻ വിചാരിച്ചിട്ട് തന്നെയല്ലേ? ഒമാ തശാഉന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അതെല്ലാവർക്കും ബാധകമാണ്. അതെല്ലാ സംഗതികളും അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ തർക്കത്തിന് ചാൻസ് ഇല്ലല്ലോ. അപ്പൊ തജ്രീബി അംരിഹി, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കൽപ്പന കൊണ്ടാണ് കാറ്റ് ചലിക്കുന്നത്. സുലൈമാൻ നബിന്റെ കൽപ്പന പ്രകാരം ചലിക്കും. അങ്ങനെ കാറ്റിനെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കാറ്റാ കൊണ്ടുപോവാ. അപ്പൊ എന്താ? പടിഞ്ഞാട്ട് കാറ്റുണ്ടാവുമ്പോ പടിഞ്ഞാട്ട് പോകും, കിഴക്കോട്ടുണ്ടാവുമ്പോ അങ്ങോട്ട് പോകാം. അങ്ങനെയല്ല സുലൈമാൻ നബിന്റെ പരിപാടി. സുലൈമാൻ നബിക്ക് പടിഞ്ഞാട്ടാ പോകണ്ടെങ്കിൽ ഇങ്ങോട്ടാ കാറ്റെങ്കിൽ അങ്ങോട്ടങ്ങോട്ട് വിടും. അതാണ് എന്റെ ഇത്. കാറ്റിന്റെ ദിശ ഇങ്ങോട്ടാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങോട്ടാ പോകാൻ വിചാരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് കാറ്റിന്റെ ഗതി കൊണ്ട് മാറ്റും അല്ലാഹു തആല. സുലൈമാൻ നബിക്ക് വേണ്ടി കാറ്റിന്റെ ഗതി മാറ്റി കൊടുക്കും. ഖുർആൻ പറയുന്നു എന്തൊരു സൗകര്യമാണ് അല്ലെ? തിരക്കില്ല, ടിക്കറ്റ് മുമ്പ് ബുക്ക് ചെയ്യണ്ട അല്ലെ? നമുക്കിപ്പോ എന്തൊക്കെ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്താൽ തന്നെ പൊങ്ങോളും, യാതൊരു ധൈര്യവും ഇല്ല. പൊങ്ങുവന്നു അല്ലെ? ബേജാറാണ്. ഉയരുവോ ക്യാൻസൽ ആവുമോ ഒക്കെ പേടിയാണ്. നല്ല പ്രധാനപ്പെട്ട യാത്രകളൊക്കെ ആണെങ്കിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അല്ലാഹു തആല എന്തൊരു സൗകര്യമാണ് സുലൈമാൻ നബിക്ക് ചെയ്തു കൊടുത്തത്. എപ്പോഴും യാത്ര ചെയ്യണോ? യാത്ര ചെയ്യാം. വലി സുലൈമാന റിഹ ആസിഫതൻ തജ്രി ബി അംരിഹി. ഇത് തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു സാദിൽ ഒന്നും കൂടെ വിശദമായിട്ട് കാണാം. സൂറത്തു സാദ് 455-ാമത്തെ പേജിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് കാണാം. അതൊന്നും കൂടെ, അതായത് എന്താന്ന് വെച്ചാല് അതില് 1-2 വിഷയങ്ങൾ. സൂറത്തു സാദിൽ എന്താ പറയുന്നത്? വലി ഫസഖർനാ ലഹു الريح تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص وآخرين مقرنين في الأصفاد هذا عطاؤنا فامنن أو أمسك بغير حساب وإن له عندنا لزلفى وحسن مآب. അത് ഞാൻ ഓതിയത് വരെ ഒന്ന് അർത്ഥം പറയാം. അപ്പോഴേ നമുക്ക് ഈ വിഷയം ശരിക്കും തിരിയുള്ളൂ. എന്താണ് ഈ പറഞ്ഞത്? സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത സൗകര്യം പറയാം. വലി സുലൈമാൻ ഫസഖർനാ ലഹു الريح, സുലൈമാൻ നബിക്ക് കാറ്റിനെ നമ്മൾ അധീനപ്പെടുത്തി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രി, കാറ്റ് സഞ്ചരിക്കുന്നത് ബി അംരിഹി, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൽപ്പനയോടെയാണ്. കാറ്റിനെ നമ്മൾ അധീനപ്പെടുത്തി കൊടുത്തു. കാറ്റ് സഞ്ചരിക്കുന്നത് സുലൈമാൻ നബിയുടെ ഓർഡർ അനുസരിച്ചാണ്. റുഹാൻ, അത് തന്നെ ഏത് ചെയ്യും? നല്ല സുന്ദരമായ രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ കാറ്റിൽ പോകുമ്പോൾ തുറന്ന വാഹനമാണ്. മോട്ടോർ സൈക്കിളിൽ ഇപ്പൊ തുറന്ന വാഹനമാണല്ലോ. അതിൽ പോകുകയാണെങ്കിൽ പരിധിയിൽ വിട്ട സ്പീഡ് ഉണ്ടായാൽ പിന്നെ മുഖത്തിന് വിഷമായിരിക്കും, ശരീരത്തിന് വിഷമായിരിക്കും. അതൊന്നുമില്ല.
അതൊന്നുമില്ല. കാറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ശാന്തമായ അവസ്ഥയിൽ കാറ്റിനെ അടിച്ചു വീശുന്ന കാറ്റിന്റെ അത്രയും സ്പീഡിൽ യാത്ര, പക്ഷേ ഒരു വിഷമവും ശരീരം അനുഭവിക്കൂല. ശാന്തമായിട്ടാണ് കാറ്റടിക്കുന്നത്, ഒരു വിഷമവും ഇല്ല, ഒരു ചെറിയ ജർക്കിംഗ് പോലും യാത്രയിൽ അനുഭവപ്പെടൂല. മേഘക്കൂട്ടങ്ങളിലൊക്കെ കുടുങ്ങുന്ന സമയത്ത് പലപ്പോഴും ഫ്ലൈറ്റിനൊക്കെ ഉണ്ടാകുന്ന ജർക്കിങ് പലർക്കും അനുഭവിച്ച യാത്ര ചെയ്തവർക്കൊക്കെ അറിയും. ചിലപ്പോൾ വല്ലാതെ ബേജാറായി പോകുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. മുന്നറിയിപ്പുകളൊക്കെ വരും, വാണിങ്ങുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഫ്ലൈറ്റിൽ നിന്ന്, കാലാവസ്ഥ മോശമാണ്. അപ്പൊ യാത്രക്കാരൊന്നും കൂടെ ബേജാറാവും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ സംഗതിയൊന്നുമില്ല. റുഹാഅൻ, ശാന്തമായ അന്തരീക്ഷത്തിൽ കാറ്റും, സുലൈമാൻ നബി പറഞ്ഞതുപോലെ ഹൈസു അസാബ്, എവിടെയാണോ സുലൈമാൻ നബി എത്തുന്നത്, എവിടെ എത്തുന്നോ അവിടെയൊക്കെ, ഏത് സ്ഥലത്തുനിന്നും സുലൈമാൻ നബിക്ക് ഈ സൗകര്യം അല്ലാഹു ഒരുക്കി കൊടുക്കുകയാണ്. വശയാത്വീന കുല്ല ബന്നാഇൻ വഗവ്വാസ്, ചെകുത്താന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കുല്ല ബന്നാഇൻ വഗവ്വാസ്, എല്ലാ ബന്നാകളെയും വവ്വാസുകളെയും നൽകി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ വലിയൊരു സൗകര്യമായിരുന്നു ശൈത്താൻ, ഈ ജിന്നുകൾ. ഇതാണ് ശയാത്തീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, ജിന്നുകൾ. അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. ജിന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കാണാത്ത ഭൂതവർഗമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണുന്ന വർഗം, കണ്ണിൽ കാണാത്ത മറഞ്ഞു നിൽക്കുന്നത് എന്നാ ജിന്നിന്റെ അർത്ഥം. കണ്ണിൽ കാണാത്ത ഭൂതവർഗാണ് മനുഷ്യവർഗത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭൂതവർഗം, അതാണ് ജിന്ന്. ആ ജിന്നിന്റെ കൂട്ടത്ത് പറഞ്ഞാൽ കേൾക്കാത്തതാണ് ശൈത്താൻ. ജിന്നിന്റെ കൂട്ടത്ത് പറഞ്ഞാൽ കേൾക്കാത്തതാണ് ശൈത്താൻ. മനുഷ്യന്മാരെ കൂട്ടത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തതിന്റെ പേരാണ് ഇത് ശൈത്താൻ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയറാ. അതാണ് മിനൽ ജിന്നത്തി വന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യവർഗത്തിലുണ്ട്, ഭൂതവർഗത്തിലുണ്ട്. അപ്പൊ ഈ ശൈത്താന്മാരെ, ഭൂമിയിലുള്ള ശൈത്താന്മാരുണ്ടല്ലോ, ചെകുത്താന്മാർ, ഈ ചെകുത്താന്മാരെ കൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഓലെ കൊണ്ട് ഉപകാരമായിരുന്നു. അല്ലാഹു തആല വരെ സുലൈമാൻ നബിന്റെ പണിക്കാരാക്കി കൊടുത്തു. കുല്ല ബന്നാഗ്, ബന്നാഗ് ബന്നാഗ് എന്ന് പറഞ്ഞാൽ ബാനി എന്ന് പറഞ്ഞാൽ പണിക്കാരെന്ന, ബന്നാഗ് എന്ന് പറഞ്ഞാൽ പേരും പണിക്കാരാ. എത്രയെടുക്കും വലിയ ബിൽഡിങ്ങുകളൊക്കെ സെക്കൻഡുകളെ കൊണ്ടുപോയി നിർമ്മിക്കും. ജിന്നുകളല്ലേ സാധാരണ. അത് കടലിൽ പോയി മുത്തുകൾ കൊണ്ടുവരും, ചെപ്പികൾ കൊണ്ടുവരും, അതിന്റെ ഉള്ളിലുള്ള മുത്തുകൾ എടുക്കും, പവിഴങ്ങൾ കൊണ്ടുവരും, എല്ലാം എന്തിനും റെഡിയാ. സുലൈമാൻ നബിയാണ് പറഞ്ഞാൽ മതി. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞാൽ ഉടനെ അതൊക്കെ റെഡി. എന്തോ ഒരു അത്ഭുതകരമായ സംഗതികളാ അതിലൊക്കെ ഉള്ളത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണം, അല്ലേ, അതൊക്കെ ഒരു വലിയ സംഭവമാണല്ലേ. അപ്പൊ അങ്ങോട്ട് കടന്നാൽ നമ്മളെ സമയം അങ്ങനെ കഴിഞ്ഞു പോകും. അപ്പൊ പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുമ്പോൾ അതിന്റെ നിർമ്മാണം ഒരല്പവും കൂടെ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. ഇവരിങ്ങനെ മരിച്ച് പണിയെടുക്കും. സുലൈമാൻ നബിനെ പേടിയാണ്. അതുകൊണ്ടാണ് അല്ലെ അള്ളാഹ് പറഞ്ഞത്, ആരെങ്കിലും ധിക്കരിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ശിക്ഷിക്കും. അള്ളാഹ് പറഞ്ഞു നേരത്തെ ഓതി കഴിഞ്ഞ ആയത്തിൽ സൂറത്തുൽ അംബിയായിൽ. അപ്പൊ പറഞ്ഞത് കേട്ടോളണം. അപ്പൊ ഇവരെങ്ങനെ മൂക്കയറിട്ട് കൊണ്ട് കിടക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉപയോഗപ്പെടുത്തും, ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. ഇങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പണിയൊക്കെ കഴിപ്പിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സില്ലിന്റെ കൂട്ടിൽ കയറിയിട്ട് വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മേൽനോട്ടം വഹിക്കുക. രാജാവ് ഇങ്ങനെ മേൽനോട്ടം വഹിക്കുന്നു. കേവലം രാജാവല്ലട്ടോ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അപ്പൊ ഇവരിങ്ങനെ ഇടക്കിടക്ക് പണിയെടുക്കാൻ വലിയ കള്ളന്മാരാ. പക്ഷെ സുലൈമാൻ നബിനെ പേടിച്ചിട്ടാ. സുലൈമാൻ നബി എന്തോ കാട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ പണിയെടുക്കുന്നത്. എന്തോ അല്ലെ, ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാം ബൽഖീസ് രാജ്ഞിയെ ഞെട്ടിച്ചത്. ബൽഖീസ് രാജ്ഞി വന്നപ്പോഴേക്ക് അടിപൊളി സൈറ്റ് തയ്യാറാക്കിയില്ലേ. എങ്ങനെ തയ്യാറാക്കിയതാ? ഇവരോട് വേഗം കടലിൽ പോയിട്ട് ഏറ്റവും നല്ല സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് നിലത്തിന്റെ പണികളൊക്കെ കഴിക്കണം. ബൽഖീസ് രാജ്ഞിയോട് കടക്കുന്ന സമയത്ത് ചില്ലുകൊട്ടാരാണോ എന്ന് തോന്നണം. ആ രൂപത്തിലുള്ള ഒരു കൊട്ടാരം ഇപ്പൊ റെഡിയാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞു, എന്ത്, നിങ്ങള് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അവള് വരുമ്പോഴേക്ക് അവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ സംഭവം ഖുർആനിലുണ്ട്. ആ സംഭവങ്ങളൊക്കെ അതിൽ പിന്നെ ജയിച്ചത്, അവരെക്കാളും ജയിച്ചത് ഒരു വലിയാണ്. അത് വേറെ വിഷയം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജിന്നുകളെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിരുന്നു വലിയ വലിയ ബിൽഡിംഗ് നിർമ്മാണങ്ങൾക്ക്. ബൈത്തുൽ മുഖദ്ദസിന്റെ പണി കുറച്ച് തീരാണ്ടായിരുന്നു. അതിന്റെ മുമ്പ് ആരും വഫാത്തായി, സുലൈമാൻ നബി അലൈഹി സ്വലാം വഫാത്തായി. പക്ഷെ വഫാത്താകുന്നത് ഈ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിന്നിട്ടാ. അതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ മറിച്ചാൽ നേരം വൈകും വിചാരിക്കും. ഇത് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിന്നിട്ടാ. എന്തിനാ?
സുലൈമാൻ നബി അലൈഹി സ്വലാം നോക്കുന്നുണ്ട് കണ്ട ഒരു പണിയെടുക്കും. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം പ്ലാൻ നൽകിയിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് പണി ഇങ്ങനെ എടുക്കുക. ഇവർ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായതിന്റെ ശേഷവും ഇവര് പറയത്രേ, മുതലാളി നോക്കുന്നുണ്ടടാ, വേടുത്തോ പണി. സംഗതി ആള് വഫാത്തായിട്ടുണ്ട്. വഫാത്തായിട്ട് വടിമൽ ഇങ്ങനെ നിൽക്കുക മരിച്ചതിന്റെ ശേഷം. പിന്നെ ഈ വടിയിൽ ചിതല് കയറി. ചിതല് ഈ വടി തിന്നപ്പോഴാണ് വടിയുടെ ആ താങ് അങ്ങോട്ട് നഷ്ടപ്പെട്ടപ്പോ അങ്ങ് വീണു. അപ്പോഴാ സുലൈമാൻ നബി അലൈഹി സ്വലാം വീണത്. അപ്പൊ ഇവര് പോയി പരിശോധിച്ച് നോക്കുമ്പോ ഈ വടി ചെതല് നിന്നിട്ട് അവിടെ എത്തിയത്. ചെതല് തിന്നിട്ടാണ് ഇത് ഈ കോലത്തിൽ വീണത്. അപ്പൊ ഇവര് പറഞ്ഞു, എന്നോ കാലിയായിട്ടുണ്ടടാ, നമ്മളിത് അറിയാത്തോണ്ടാണ്. ജിന്നക്ക് ഗൈബ് അറിയില്ല എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാക്കുന്നത്. നമുക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഏതാവൂല, നമ്മൾ ഇത്ര വലിയൊരു വഷളത്തെടുത്ത് കുടുങ്ങൂലായിരുന്നു. ഈ മരിച്ച മയ്യത്തിനും വേണ്ടിയാണല്ലോ നമ്മൾ ഈ പണിയെടുത്തത്. അള്ളാന്റെ ഹിക്മത്താണ്. അപ്പോഴേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണം പൂർത്തിയായി. ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണം പൂർത്തിയാക്കലായിരുന്നു പടച്ചവന്റെ ലക്ഷ്യം. അത് പൂർത്തിയായി. അതിനാണ് എന്ന് പറഞ്ഞാൽ അവിടെയും എന്തിനാണ് ഒരു നബിനെ അങ്ങനെ നിർത്തിയത് എന്ന് സംശയിക്കണ്ട. മരിച്ചതിന്റെ ശേഷം, വഫാത്തായതിന്റെ ശേഷം ഇതൊക്കെ വഷളത്തരല്ലേ എന്ന് ചിന്തിക്കേണ്ട. അല്ല, ബൈത്തുൽ മുഖദ്ദസിന്റെ പണി മരിച്ചിട്ട് നിയന്ത്രിക്കുകയാണ്. ഈ ഹബീബുൻ നജ്ജാറിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നസഹ ഖൗമഹു ഹയ്യം വ മയ്യിത്ത. നസഹ ഖൗമഹു ഹയ്യം വ മയ്യിത്ത. ഹയ്യായ അവസ്ഥയിലും മയ്യിത്തായ അവസ്ഥയിലും സമൂഹത്തെ ഉപദേശിച്ച ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ. സൂറത്ത് യാസീനിൽ ഉണ്ടല്ലോ. അതായത് മരിച്ചതിന്റെ ശേഷം മഹാനവറുകൾ എന്ത് പറയാണ്? ഖാല യാ ഖൗമി യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. വഫാത്തായി പോയതിന്റെ ശേഷം, ഷഹീദായതിന്റെ ശേഷം, ഖബറിലെത്തിയതിന്റെ ശേഷം മഹാനവറുകൾ ഇങ്ങനെ ചിന്തിക്കുക, സ്വർഗീയ സുഖങ്ങൾ ശുഹദാക്കൾക്ക് ഖബറിൽ നിന്ന് തന്നെ കിട്ടുന്നാണല്ലോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ. ഇന്നലെ മിനിയാന്ന് ദീനിലേക്ക് കടന്നു വന്നു, ഇതുവരെ ശിർക്കിൽ ജീവിച്ചു. ദീനിലേക്ക് കടന്നു വന്നപ്പോ അള്ളാഹു മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ എനിക്ക് പുറത്തു തരികയും തൗഹീദിന്റെ പേരിൽ എനിക്ക് നൽകിയ ബഹുമാനങ്ങളും ഖറാമത്തുകളും എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പൊ എന്താ? വഫാത്തായതിന്റെ ശേഷവും നാട്ടുകാരെ ഉപദേശിച്ചു എന്ന് പറഞ്ഞ ആ വാക്ക. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ചിലരങ്ങനെയുണ്ട്. വഫാത്തിന്റെ ശേഷം തന്റെ ഖൗമിനെ ഉപദേശിക്കും, മക്കളെ ഉപദേശിക്കും, നാട്ടുകാരെ ഉപദേശിക്കും. ഒരു വാപ്പ ജീവിതകാലത്ത് മകനെ ഒരുപാട് നന്നാക്കി നോക്കി. എനിക്കറിയാവുന്ന ഒരു വാപ്പാന്റെ കഥയാ പറയുന്നത്. അങ്ങ് അകലെയല്ല, ഖുർആനിലും ഹദീസിലും ഉണ്ടോലോ എന്ന് പറയല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ആ വാപ്പനെയും മകനെയും കണ്ടിട്ടുണ്ട്. പറയാതിരിക്കുന്നത് അയാൾ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. വേദിയിൽ എവിടെ പറയുകയാണെങ്കിലും ഇത് പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പേര് പറയാത്തത്. റമദാന്റെ പട്ടാ പകല് വരെ ഭക്ഷണം കഴിച്ചിങ്ങനെ നടക്കുമായിരുന്നു. ഇയാള് വലിയ ഒരു ആലിമാണ്. ഇയാളെ മകൻ ഒരു 25-26 വയസ്സുണ്ട്. പട്ടാപ്പകല്, റമദാന്റെ പട്ടാപ്പകല് അങ്ങാടി കൂടെ ഭക്ഷണം തിന്നിങ്ങനെ. നാട്ടുകാരൊക്കെ പറയും, മൗലിയാരെ പേര് പറഞ്ഞ മൂപ്പരെ മകനാണുള്ളത്. ഇയാൾ കുറെ നന്നാക്കി നോക്കി. ചിലപ്പോ വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മ ഒന്നും കൊടുക്കൂല, പക്ഷെ എവിടെയാ ഭക്ഷണം ഉള്ളത് നോക്കിയിട്ട് എടുത്ത് തിന്നും നട്ടുച്ചക്ക്. ഉസ്താദ് അത് കാണുമ്പോ വടിയെടുത്ത് അടിച്ചു പായിക്കും, ഓടിക്കും. ഇതൊക്കെ അനുഭവിച്ച കഥകളാ പറയുന്നത്. പക്ഷേ നന്നായില്ല. ഏറ്റവും കൂടുതൽ ആ ഉസ്താദ് വേദനിച്ചത് ഈ മകന്റെ കാര്യത്തിലാണ്. നന്നാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉസ്താദ് വഫാത്തായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എത്രയായിട്ടും ഈ കുട്ടി നന്നാകുന്നില്ല. പറഞ്ഞ് മടുത്തതാണ്. ആര് നന്നാക്കിയിട്ടും നന്നായില്ല. പലരും ഉപദേശിച്ചു, വാപ്പാനെ പറയിപ്പിക്കരുത്. ശിവന്റെ തലേക്ക് ഇത് കയറണ്ടേ. പക്ഷെ വാപ്പ വഫാത്തായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന് ഇയാളുടെ ജീവിതം ഉൽട്ടയായി, തലതിരിഞ്ഞു. നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, നല്ല ഭക്തി. വാപ്പാന്റെ ഖബറുങ്ങളൊന്നും മൂപ്പര് പാളി നോക്കൂല എന്നാ പലരും കരുതിയത്, എത്തി നോക്കൂല. പക്ഷെ വാപ്പാന്റെ ഖബറുങ്ങൾ എണീറ്റ് വരാത്ത അവസ്ഥ. ഞാനൊരുക്കെ ചോദിച്ചു, എന്താ മോനെ പറ്റിയത്? അങ്ങനെ കേട്ടപ്പോ ആ സഹോദരനെ കണ്ടു, ചോദിച്ചു. പറഞ്ഞു, ഉസ്താദ് ആരോട് പറയരുത്, ഞാൻ പറഞ്ഞുതരാം. എന്റെ വാപ്പ ജീവിതകാലത്ത് എന്നെ കുറെ നന്നാക്കാൻ നോക്കി. എന്റെ ദുഷ്ട മനസ്സുകൊണ്ട് നടന്നിട്ടില്ല. ഇന്നും ആ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട്. ആ സഹോദരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഒരു 40 വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു.
ഇയാൾക്ക് 40 ഉണ്ടാവില്ല, 40ന്റെ ചുവട്ടിലായിരിക്കും. എന്തപ്പോ ഈ കേൾക്കുന്നത്? ചെറിയ സംഗതിയാണ്. ഇയാൾ പറഞ്ഞു എന്നെ മടുത്തു, കുറെ തച്ചു നോക്കി, വലുതായാലും തച്ചു നോക്കി. ഞാൻ വാപ്പ തല്ലുമ്പോ ചാടി ഓടുക എന്നല്ലാതെ, വാപ്പാനെ ചീത്ത വിളിക്കുക എന്നല്ലാതെ ഞാൻ ഒരിക്കലും നന്നാകാൻ തീരുമാനിച്ചില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം വാപ്പ, ഞാന് പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി വരുന്ന സമയത്ത്, വാപ്പയുടെ കബറിങ്ങൽ സാധാരണ പോകാറുണ്ട്, വാപ്പന്റെ കബറിന്റെ അടുത്ത് കൂടെ പോകല്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ വെറുതെ ഇങ്ങനെ വാപ്പാന്റെ കബറിങ്ങൽ ഇങ്ങനെ അങ്ങോട്ട് എത്തി നോക്കി. ഇത് സ്വപ്നം കാണുക അയാൾ, ഇതുണ്ടായ കഥയല്ല, ഇത് ഇയാൾ സ്വപ്നം കാണുക. ഇവർക്ക് ജുമാക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ വാപ്പാന്റെ കബറിലോടത്തേക്ക് വെറുതെ അങ്ങനെ എത്തി നോക്കി. വാപ്പ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ള ആൾക്കാരെ എത്തി നോക്കി. അപ്പൊ വാപ്പാന്റെ കബർ ഓപ്പണാണ്, തുറന്നു കിടക്കുക, മുകളിൽ ഒന്നുമില്ല, ഓപ്പണായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ അത്ഭുതം നേരിട്ട് ഇങ്ങനെ. അപ്പൊ വാപ്പുണ്ട് കബറിൽ ഇങ്ങനെ ചാരി കിടന്നിട്ട് ഖുർആൻ ഓതുന്നു, ചാരി ഇങ്ങനെ നിന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ട്. ഞാൻ വാപ്പാന്ന് വിളിച്ചു. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഇനിയെങ്കിലും നീയൊന്ന് നന്നാവോന്ന് ചോദിച്ചു. കണ്ണിന്ന് വെള്ളം ഒലിപ്പിച്ചു. അതിലങ്ങ് നന്നാകാൻ തീരുമാനിച്ചതാണ്. ഈ സ്വപ്നാണ് ഇയാളെ നന്നാക്കിയത്. ചില മഹാന്മാർ അങ്ങനെ ഇപ്പൊ മിനിയാന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ചെറുവാടിയിലെ ഏഴുമല ഉസ്താദിന്റെ ഖബർ. എന്തൊരു അത്ഭുതമാണിത്. തമാശയാണെന്ന് കരുതിയോ നിങ്ങൾ പത്രത്തിൽ കണ്ടപ്പോ? എല്ലാ പത്രങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. സംഗതി സത്യമാണ്, ഹക്കാണ്. ഡോക്ടർ അബ്ദുൽ ലത്തീഫ് EN മഹ്മൂദ് മുസ്ലിയാരുടെ മകനാ, അഥവാ ഏഴുമല ഉസ്താദിന്റെ മകന്റെ മകനാ. ഞാൻ അദ്ദേഹവുമായിട്ട് മിനിയാന്ന് വിളിച്ച് നേരിട്ട് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവിടെ പോയി കാണുകയും ഖബർ സിയാറത്ത് ചെയ്യുകയും ചെയ്തു. പോയി സിയാറത്ത് ചെയ്യണം, ചെറിയ സംഗതിയാണ് ആ കണ്ടത്. ഏഴുമല ഉസ്താദ് ഞങ്ങളെ നാട്ടിലൊക്കെ ദർശനം നടത്തിയിട്ടുണ്ട്. വലിയ സൂക്ഷ്മതയായിരുന്നു. കൊട ചൂടാതെ ആ മനുഷ്യൻ നടക്കൂലായിരുന്നു. കൊട ചൂടാതെ നടക്കൂല. അന്യ പെണ്ണുങ്ങളുടെ മുഖത്തൊക്കെ കണ്ണ് വീഴുമോ എന്ന് പേടിച്ചിട്ട് കൊട ചൂടിയായിട്ടായിരുന്നു പെണ്ണല്ല ഈ നടക്കണ ആണ്. അത്രയും നല്ല ജീവിതമായിരുന്നു. തൊട്ടടുത്തുള്ള അയൽവാസി പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പം ആ പാല് കുടിക്കാതിരുന്നപ്പം മക്കൾ ചോദിച്ചത്രേ, മഹ്മൂദുലേര് പറഞ്ഞല്ലോ, ജീവിതകാലത്ത് പറഞ്ഞതാ. പാല് കൊടുത്തപ്പോ ചോദിച്ചത്രേ, എന്താണിത്, നിങ്ങള് പാല് കൊടുത്തപ്പോ വേണ്ടാന്ന് പറഞ്ഞു, എന്താ കുടിക്കാത്തത് എന്ന് മക്കൾ ചോദിച്ചപ്പോ പറഞ്ഞു, അവിടുത്തെ വീട്ടുകാര് ആ പശുവിനെ തൊട്ടടുത്ത വീട്ടിലെ തൊടുവിൽ കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കത് ഇഷ്ടല്ല. പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് അവനാന്റെ തൊടു കെട്ടിയാ പോരെ പശുവിനെ, ആ പുല്ല് തിന്ന പാല് എനിക്ക് വേണ്ട. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. ബഹുമാനപ്പെട്ട ഏഴുമല ഉസ്താദ് അങ്ങനെ ജീവിച്ചയാളാണ്. പക്ഷെ 7 മക്കളുണ്ടായി, 5ഉം വിദേഹത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദുമായിട്ട് സംവാദം നടത്തിയ ഇബ്രാഹിം മൗലവി അടക്ക കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഏതാവട്ടെ മഹ്മൂദ് മുസ്ലിയാർ മരണപ്പെട്ടു. ഉപ്പാന്റെ തൊട്ടടുത്ത് തന്നെ ഖബറും വന്നു. മഹ്മൂദ് മുസ്ലിയാരും ഹമീദ് മുസ്ലിയാരും ഇവർ രണ്ടാളും ആ സുന്നികളായിട്ടുള്ളത്. നമുക്കിപ്പോ വോയിസ് ക്ലിപ്പിലൂടെ ഒക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ചെറുവാടിയായിട്ട് അത്രയും ബന്ധമുള്ള ഒരാളും ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. എഴുമല ഉസ്താദുമായിട്ട് എനിക്ക് അറിവുള്ള ബന്ധം ഇല്ല, പരിചയമുള്ള ബന്ധമല്ല. കാരണം 21 കൊല്ലം മുമ്പ് മഹാനവറുകൾ വഫാത്തായി. അതിന്റെ എത്രയോ മുമ്പാണ് നമ്മളെ നാട്ടിലൊക്കെ നിന്നത്. ഏതായാലും അടുത്ത് കാണാനും പരിചയപ്പെടാനും നമുക്ക് ബോധം വെച്ചിട്ട് തന്നെ മഹാനവറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പോകാനും കാണാനൊന്നും കഴിഞ്ഞില്ല. ചെറുപ്പത്തിലെങ്കിലും ഒന്ന് പോയി കാണാമായിരുന്നു, കഴിഞ്ഞിട്ടില്ല. പക്ഷെ കേൾക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ട്. ഇവരെ മക്കളുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഈ ഖബർ ഇതിന്റെ തൊട്ടടുത്തു വന്ന് മഹ്മൂദ് മുസ്ലിയാരുടെ, അയാൾ ഒരു പ്രസ്ഥാന ബന്ധുവാണ്, നല്ല വഅദ് പറഞ്ഞിരുന്ന ഒരു ഉസ്താദാണ്, നല്ല ഇഖ്ലാസുള്ള ഒരു മനുഷ്യനായിരുന്നു. ഈ നിലക്ക് എപ്പോഴും അവിടെ സിയാറത്തും കാര്യങ്ങളും ഒക്കെ ആയി. തൊട്ടടുത്ത് വാപ്പ കിടക്കുന്നുണ്ട്. വാപ്പ ഏത് ചെയ്തു, കുറച്ച് കാലപ്പഴക്കം ചെന്നതുകൊണ്ടും അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാത്തത് കൊണ്ടും അത് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ചുരുക്കി പറയാ, ഈ ഖബർ ഒരല്പം നീണ്ടു. വാപ്പയുടെ ഖബർ, ഏഴുമല ഉസ്താദിന്റെ ഖബർ നീണ്ടു. ഇതാണ് നിങ്ങൾ പത്രത്തിൽ വായിച്ചത്. ഇത് നീണ്ടപ്പം ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് EN അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം ഈ ഖബറിന് ഒന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരല്പ സിമന്റ് ഈ ഖബറിൽ ഇടിയിച്ചു. കമ്മിറ്റിക്കാരുടെ സമ്മതത്തോടുകൂടെ ചെലവ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു അവര് ചെലവ് അദ്ദേഹം കൊടുത്തു, ഇട്ടു.
ഇട്ടപ്പോ ഈ ഖബറിന് അസാധാരണ നീളം. അപ്പോഴാ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ പറഞ്ഞു ഈ ഖബർ ഒരുപാട് നീളമുണ്ട്. ഈ പുറത്തുള്ള മക്കള് പറഞ്ഞു ഞങ്ങളെ വാപ്പാനെ അവഹേളിക്കലാണത്. വാപ്പാന്റെ ഖബർ 6.5 ഉണ്ടാവാൻ പറ്റുള്ളൂ അടി നീളം, അതിലപ്പുറമില്ല. അന്ന് തൊട്ടടുത്ത ദിവസം വരെ ഇവര് കണ്ടതാണ്. ജ്യേഷ്ഠനെ ഖബറടക്കുന്ന സമയത്തും ഇവര് കണ്ടതാണ്. അപ്പൊ എന്തിനു ഇതിന്റെ അപ്പുറത്തേക്ക് നീളല്ല. ഇപ്പൊ അവരതിനെതിരെ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഡോക്ടർ എനിക്ക് പള്ളി കമ്മിറ്റിക്ക് കൊടുത്ത ലെറ്റർ എന്റെ വാട്സപ്പിലേക്ക് ഇട്ടു, ഞാനത് കണ്ടു. ആ ലെറ്ററിലുള്ളത് ഇത്രേ ഉള്ളൂ നീളം, ബാക്കിയുള്ളത് ആരോ ഉണ്ടാക്കിയതാണ്. കാരണം അവർ സംശയിക്കുന്നത് ഡോക്ടർ അബ്ദുൽ ലത്തീഫിനെ ആയിരിക്കാം. കാരണം ഇത് മീസാങ്കല്ല് പറിച്ചിട്ട് അപ്പുറത്ത് കുഴിച്ചിട്ടത് അങ്ങോട്ട് വാപ്പാക്കിനെ ഒരു കറാമത്തുള്ള ആളാക്കാനുള്ള ശ്രമമാണ്. അത് നടക്കൂല. അങ്ങനെ പള്ളി കമ്മിറ്റിക്ക് ഔദ്യോഗികമായിട്ട് എഴുത്തു കൊടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം എങ്ങനെ വേണം, പ്രശ്നമാക്കണ്ട, നമ്മൾ കുടുംബ മീറ്റിംഗിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. കുടുംബ മീറ്റിംഗിൽ ഒത്തുകൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് പരിശോധിച്ച് കളയാം, നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നോക്കിയാൽ അറിയാലോ മീസാങ്കല്ല് നീക്കിനോ അല്ലേ. അപ്പൊ ഇവര് പറഞ്ഞു അങ്ങനെ ചെറിയ പരിശോധനക്കൊന്നും പറ്റൂല, മണ്ണ് നീക്കി പരിശോധിക്കണം. ഖബർ മാന്തൽ ഹറാമാണ്, മനസ്സിലാക്കണം. പക്ഷെ ഈ ഒരു വഷളത്തരത്തിന് മുതിരാണ്. പക്ഷെ അവിടുത്തെ സുന്നികളുടെ ഈമാൻ ഉറച്ചുപ്പതുകൊണ്ട് അങ്ങനെയാണ്. വന്നപ്പോ കുഴിയനുണ്ട് അവിടെ, ഖബർ കുഴിക്കുന്ന ആള്. അയാളോട് മണ്ണ് നീക്കാൻ പറഞ്ഞപ്പോ അയാൾ ആൺകുട്ടികളെ മാതിരി പറഞ്ഞു ഞാൻ ഖബർ കുഴിക്കലുള്ളൂ മാന്തലില്ല പറഞ്ഞു. ഞാൻ ഖബർ കുഴിക്കലുള്ളൂ മാന്തലില്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്തിക്കോളി. ഇത് പറഞ്ഞപ്പോ ഇവർക്ക് പിന്നെ ഇതിൽ ബേജാറൊന്നുമില്ലല്ലോ. ഇബ്രാഹിം മൗലവി നമ്മൾ മാന്തിക്കോളാം. അങ്ങനെയാണ് മാന്തി. നിങ്ങളാ വീഡിയോയിൽ കാണുന്നുണ്ട് ആ മാന്തുന്നതൊക്കെ. അങ്ങനെ മാന്തി നോക്കുമ്പോ ആദ്യം തലയുടെ ഭാഗത്താണ് സംശയം പറഞ്ഞിരുന്നത്. അപ്പൊ തലയുടെ ഭാഗത്ത് നിന്ന് ആ മീസാങ്കല്ല് മാത്രം കെട്ടിയെടുക്കുക, അതിന്റെ ചുവട്ടിൽ മൂടുകല്ലുണ്ടെങ്കിൽ അതിൽ ഉറപ്പിച്ചൂടെ എന്ന് വെച്ചു. തലയുടെ ഭാഗത്തുള്ള മീസാങ്കല്ല് മാത്രം ഇളക്കിയിട്ട് അതിന്റെ ചുവട്ടിൽ മൂടുകല്ലുണ്ടെങ്കിൽ പിന്നെ നീണ്ടുന്നാണല്ലോ, അല്ലെ മൂടുകല്ലുണ്ടാവില്ലല്ലോ, അത് നീക്കി വെച്ചതാണെങ്കിൽ. അപ്പൊ ഇവർ ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞപ്പോ ഇവർക്ക് തോന്നി കാലാണോ നീട്ടിയത്. അങ്ങനെ ഉണ്ടല്ലോ, കാരണം തലന്റെ ഭാഗത്ത് മാന്തിക്കൊള്ളി ധൈര്യമാണ് കൊടുത്തപ്പോ കാലാണ്. അപ്പൊ തല മാത്രം പോരാ, തലയും മറ്റും നോക്കണം. കാരണം ഒരു സംശയം കുടുങ്ങിയതാണ്, ആ വർത്താനത്ത് കുടുങ്ങിയ സംശയം. അങ്ങനെ എന്ത് ചെയ്തു, ഇത് നോക്കിയപ്പോ തലയുടെ ഭാഗത്ത് നോക്കിയപ്പോ മീസാങ്കല്ലുണ്ട്. ആ മീസാങ്കല്ലിന്റെ ചുവട്ടിൽ മൂടുകല്ലുണ്ട്. അപ്പുറത്ത് നോക്കി അവിടെയുണ്ട്. ആദ്യം അയാൾ പറഞ്ഞു ഇവിടെ ഇപ്പം മൂടുകല്ലുണ്ട്, അപ്പൊ ഇത് ശരിയാ, അപ്പൊ അതാ തെറ്റ്. അതുകൊണ്ട് ഇവിടെ നിന്നാണ്ട് അളക്കുക, 5-6 പിടിക്കുക, ഇങ്ങോട്ട് മാറ്റി കുഴിക്കുക. അപ്പൊ ഇവർ പറഞ്ഞു അതിനല്ല ഇവിടെ കൂടിയത്, ഇത് നീണ്ടണോ അല്ലേന്ന് ഉറപ്പുവരുത്താനാ കൂടി. അതുകൊണ്ട് ഈ പണി എടുത്ത സ്ഥിതിക്ക് മറ്റവും കൂടി നിങ്ങൾ തന്നെ എടുക്കണം. എടുപ്പിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെയുണ്ട് മൂടുകല്ല്. മൂടുകല്ലടക്കാണ് ഈ നീണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് നീണ്ടത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം. നാട്ടുകാരൊക്കെ കൂടി മൗലവിയോട് അവിടുന്ന് സമ്മതിപ്പിച്ചിട്ടാ വിട്ടത്. സമ്മതിച്ചോന്ന് വെച്ചപ്പോ സമ്മതിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പോയിട്ട് പറഞ്ഞു അവിടെ പണ്ട് കല്ലെട്ടിക്കുഴി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അതിന്റെ മൂടുകല്ലായിരിക്കാം. പിന്നെ പറഞ്ഞു വാപ്പാന്റെ ഖബർ നേരത്തെ തന്നെ അത്ര ഉണ്ടായിരിക്കാം, ഞങ്ങൾ ധരിച്ചെടുത്ത് തെറ്റിയതായിരിക്കും. അവിടുന്നൊക്കെ സമ്മതിച്ചതാണ്. എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ നേരിട്ട് കൺമുമ്പിലാണ് കണ്ട. അല്ലെങ്കിലും അള്ളാന്റെ റസൂലിനെ കണ്ടിട്ട് അബൂജഹൽ നന്നായിട്ടില്ല അല്ലെ, റസൂലുള്ളാനെ നേരിട്ട് കണ്ടിട്ട് അബൂജഹൽ നന്നായിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊന്നും ഒരാൾ നന്നാവാത്തതിൽ ബേജാറില്ല. പക്ഷേ നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞത് നസഹ ഖൗമഹു ഹയ്യം വ മയ്യിത്താ, മയ്യിത്തായി കിടക്കുന്ന ഉസ്താദ് ഉപദേശിക്കുകയാണ്, മക്കളെ നിങ്ങളെ റൂട്ട് ശരിയല്ല കേട്ടോ. ഞാൻ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ബാക്കിയുള്ളവരൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിലൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ചോദിച്ചു അവിടുത്തെ ആളുകൾ ഇതിനെപ്പറ്റി എന്താ പ്രതികരിക്കുന്നതെന്ന് ചോദിച്ചു. സിയാറത്തിനാണ് ഇപ്പൊ ഇവരാകെ പേടിച്ചിരുന്നത് വാപ്പാന്റെ ഖബർ ഒരു സിയാറത്ത് കേന്ദ്രമായിട്ട് മാറുമെന്നായിരുന്നു. അതിപ്പോ നല്ല മട്ടായി. കാരണം അണ്ണ മുറിയാത്ത സിയാറത്താ പാടും. ഒരു സമയത്തും ഒഴിവില്ല, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് ഇവരെന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഏതാവട്ടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ പലതും നടത്തുന്നു. പക്ഷെ അവിടുത്തെ ആളുകൾ ഇത് കണ്ടോലാണല്ലോ. ഞാൻ ചോദിച്ചു ഇവിടുത്തെ ആളുകൾ എന്താ പറയുന്നത്? ഇവിടുത്തെ ആളുകൾ നീണ്ടില്ല എന്നുള്ള പക്ഷത്തില്ല. ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ നീളുകയാണെങ്കിൽ റസൂലുള്ളാന്റെ ഖബറല്ലേ നീളേണ്ടത് എന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നീളുകയാണെങ്കിൽ റസൂലുള്ളാന്റെ ഖബറല്ലേ നീളേണ്ടത്? അങ്ങനെ ചോദിക്കാൻ ഒരുങ്ങി എന്തൊക്കെ ചോദിക്കവിടെ അല്ലേ? അവരെ പമ്പ കടത്താൻ എന്തൊരു എളുപ്പമാണ്. റസൂലുള്ളാന്റെ സഹാബത്തിൽ ചിലരെ തീയിലേക്ക് ഇട്ടിട്ട് കത്തിയിട്ടില്ല. മുമ്പ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. തീയിലേക്ക് ഇട്ടിട്ട് രോമം പോലും കരിയാത്തവർ റസൂലുള്ളാന്റെ മുമ്പല്ല് പൊട്ടിയില്ലേ അല്ലെ? അങ്ങനെ കത്താതിരിക്കുകയാണെങ്കിൽ റസൂലുള്ളാന്റെ പല്ല് പൊട്ടാൻ പാടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇത് പടച്ചോൻ തീരുമാനിക്കുന്നതാണ് എന്ത് വേണം എങ്ങനെ വേണം.
ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാൾ എന്ത് ചെയ്യാണ്? ഒരുപാട് അത് ആ വിഷയം പറയാനൊരുങ്ങിയാൽ ഇഷ്ടം പോലെ പറയാൻ. അപ്പൊ എന്താ ഇവരിങ്ങനെ പറയാൻ കാരണം? ഇത് ആ നാട്ടുകാരുടെ മുമ്പിൽ വേവൂല, ഇത് കണ്ടോലാണ്, ശരിക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് പിന്നെ അതവിടെ ഇട്ടേച്ച് പോവാം. അപ്പൊ പറഞ്ഞു മാന്തിയോല് തന്നെ ഫില്ലപ്പ് ചെയ്യണം, ഫില്ല് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഒരു ഓളോ ബ്രിക്സ് വെച്ചായിരുന്നു അത് കെട്ടിയിരുന്നു. അപ്പൊ വില ഇറങ്ങി പോകുമ്പോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയി, ഇതൊക്കെ സത്യാന്ന് തെളിയിച്ച സ്ഥിതിക്ക് ഞങ്ങൾ 2 ഓളോ ബ്രിക്സ് വെച്ചിട്ട് കെട്ടുകയാണ്. അങ്ങനെ അത് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകൾ മരിച്ച അവസ്ഥയിൽ ജനങ്ങളെ ഗുണദോഷിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം മയ്യിത്തായി നിന്നുകൊണ്ട് ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നാണ്. അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ മറ്റതൊക്കെ പറഞ്ഞുപോയി എന്നുള്ളതാ ഞാൻ പറഞ്ഞു വന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, കുല്ല ബന്നായ്, എല്ലാ തരത്തിലുള്ള പടവുകാരും, പടുക്കുന്ന ആളുകൾ, പടവ് നടത്തുന്ന ആളുകൾ, അതാ ബന്നാവ്. മുങ്ങൽ വിദഗ്ധന്മാരെയും അല്ലാഹു കൊടുത്തു. മുങ്ങൽ വിദഗ്ധന്മാർ ഏത് സമുദ്രത്തിന്റെ ആഴിയിൽ പോയിട്ടും മുത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു കൊണ്ടുവരും ജിന്നുകൾ. എന്നിട്ട് വേറെ ഒരു ടീം ഷൈത്താന്മാരെ ചങ്ങലക്കിട്ട് ഒപ്പം വെച്ചിരുന്നു, ഒപ്പം നിർത്തിക്കൊടുത്തിരുന്നു അല്ലാഹു. വാഹരീന മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലക്കിട്ട് നിർത്തിയവരെന്ന് പറഞ്ഞാൽ ശല്യക്കാരെയൊക്കെ പിടിച്ച് ചങ്ങലക്കിടും, പണിയെടുക്കുന്നവരെ എടുപ്പിച്ചും ചെയ്യും. അള്ളാഹു പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. ഇത് നമ്മുടെ സമ്മാനമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, ഫംനൂൻ, നിങ്ങൾക്ക് ഇവരോട് കരുണ കാണിക്കണമെങ്കിൽ കാണിക്കാം, വിട്ടയക്കണമെങ്കിൽ വിട്ടയക്കാം. ഔ അംസിക് ബിഗൈരി ഹിസാബ്, കാലാകാലം ചങ്ങലക്കിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. ഈ പിശാചുക്കളെ പിടിച്ചു കെട്ടാനുള്ള കഴിവ് ആർക്ക് കൊടുക്കുകയാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാം. നമ്മൾ സാധാരണ കേൾക്കലുണ്ട്, അവിടെ ശൈത്താനെ കെട്ടി, ഇവിടെ ശൈത്താനെ കെട്ടി എന്നൊക്കെ, കെട്ടിയിട്ടു എന്നൊക്കെ പല മഹാന്മാരെ പറ്റി. സുലൈമാൻ നബിക്ക് കെട്ടിയിടാനുള്ള കഴിവ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് അവരോട് കൃപ തോന്നുന്നുണ്ടെങ്കിൽ അഴിച്ചുവിടാം. ഔ അംസിക്, അല്ലെങ്കിൽ നിങ്ങൾ കാലാകാലം കെട്ടിയിട്ടോ ബിഗൈരി ഹിസാബ്, അതൊന്നും ആരും ചോദിക്കാൻ വരൂല. അള്ളാഹു നോക്ക്, നിങ്ങൾ എന്താണ് ആ ശൈലിയൊക്കെ. ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ വരില്ല, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ചങ്ങല കിട്ടണമെങ്കിൽ ഇടാ, അയച്ചുവിടണമെങ്കിൽ അയച്ചുവിടാ, എന്തും ചെയ്യാം. എന്താണ് സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത സൗകര്യം? ഞാൻ പറഞ്ഞു വരുന്നത്, മേത്തരം വാഹനം. അതേസമയം അധികാര പരിധികൾക്ക് വിശാലതയില്ലാത്തവൻ, ചെറിയ ചെറിയ പണി നിർവഹിക്കേണ്ട ആള്, അയാൾക്ക് വലിയ വാഹനമൊന്നും വേണമെന്നില്ല. അയാൾ ഓട്ടോറിക്ഷയിൽ പോയാലും മതി, അയാൾക്ക് വലിയ വാഹനമൊന്നും വേണമെന്നില്ല. അയാൾ മറ്റേയാളെ കുറ്റപ്പെടുത്തേണ്ടതുമില്ല. ഏത് പണിയും ഉത്തരവാദിത്വമുള്ള ആള് നല്ല വാഹനത്തിൽ നടക്കുന്നതിന് കുറ്റപ്പെടുത്തേണ്ടതുമില്ല. പക്ഷെ ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല. ഈ പറയപ്പെടുന്ന ആളുടെ അത്ര പണിയോ ഏർപ്പാടൊന്നും ഇല്ലാത്തവൻ അതിലും വലിയ വാഹനം അല്ലെങ്കിൽ അതിന് സമാനമായ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇമ്മനുഷ്യനെ തെറി പറയൽ മാത്രാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി. അത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാനാവാത്തതാണ്, പടച്ചറബ് പൊരുത്തപ്പെടാത്തതാണ്. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. വൽ ഖൈലിൽ മുസവ്വമ. എന്നാൽ ഇതിനൊരു മറുമുഖമുണ്ട്. അതെന്താ? വാഹനങ്ങളോടുള്ള ഭ്രമം പറ്റില്ല. അവിടെ ആവശ്യം വാഹനങ്ങളോട് ആവശ്യത്തിലധികം വാഹനം. വീട്ടിൽ 4 കാറുണ്ട്, എന്തിനാ? 4 പോർച്ചുണ്ട്, അപ്പൊ 4 കാറ്. അത് വേണ്ട. ആവശ്യത്തിനൊരു വാഹനം. 4 പോർച്ചുള്ളത് കൊണ്ട് 4 വാഹനം, അത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ എതിർത്തിട്ടുണ്ട് ആവശ്യത്തിലധികം വാഹനങ്ങൾ കെട്ടിപ്പോറ്റുന്നവരെ. ആവശ്യത്തിന് വാഹനമാകാം, ആ വാഹനം നല്ലതാവാം, അതിനൊന്നും കുഴപ്പം പറയുന്നില്ല. പക്ഷെ ആവശ്യത്തിലധികം വാഹനങ്ങൾ, അതുപോലെ തന്നെ വാഹനഭ്രമം പറ്റൂല എന്ന് പറഞ്ഞെടുത്ത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. മോഡൽ ഭ്രാന്ത്, നമ്പർ ഭ്രാന്ത്, അങ്ങനെയൊക്കെ ഓരോ പിരാന്തുകളുണ്ട്. ഇത് വല്ലാത്ത പിരാന്തുകളാണ്. മോഡൽ ഭ്രാന്ത്, അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊട്ടിക്കുന്നവരുണ്ട്. നമ്പർ ഭ്രാന്ത്, വിചാരിച്ച നമ്പർ കിട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്നു. ഇതുകൊണ്ട് കാര്യമായി ഫായിദല്ല. ഇതിനു വേണ്ടി പണം തുലക്കരുത്. അത് എന്ത് ചെയ്യാം? പാവങ്ങൾക്ക് കൊടുക്കാം, പാവപ്പെട്ടവർക്ക് കൊടുക്കാം. എന്തെല്ലാം ചെയ്യാനുണ്ട് ഇവിടെ. ഇനിയിപ്പോ നല്ല ഒരു വാഹനം ഇതൊക്കെ ഉപയോഗിക്കുന്നവരെ പറ്റി പലരും പറയാറുള്ളത്, എത്ര പട്ടിണി പാവങ്ങളുണ്ട്, ഓലെ പട്ടിണി പാവങ്ങളോടുള്ള സ്നേഹമൊക്കെ ഉണ്ട് ഇളകും ഇത് പറയുമ്പോ. എന്നാലോ പട്ടിണി പാവങ്ങളെ നല്ലോണം നോക്കുന്നവരായി പുറത്ത് ഇത് ചെയ്യുന്നതായിരിക്കും അല്ലെ? ഇവര് സ്വന്തം ഉപയോഗിക്കാത്ത ഒരു ടീം, വേറുള്ളവർക്ക് കൊടുക്കാത്ത ഒരു ടീം, സ്വന്തം ജീവിക്കൂല, വേറുള്ളവർക്ക് കൊടുക്കൂല, കെട്ടിപ്പൂട്ടി സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കുക, ആർക്കും കൊടുക്കാതെ. അവരെയാണ് നരകം അന്വേഷിച്ച് നടക്കുക.
വജമഅ ഫൗഅ. ഖുർആനാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പേടിക്കണം. ഒരിക്കലും തലമറന്ന് എണ്ണ തേക്കരുത്. ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിഷയത്തില് വൽ ഖൈലിൽ മുസവ്വമ, സഹാബത്തിന് എന്തൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ ഹൽ ഫിൽ ജന്നത്തി മിൻ ഖൈർ, സ്വർഗത്തിൽ കുതിരയുണ്ടാകുമോ നബിയേ? വാഹനത്തോടുള്ള സ്നേഹമായിരുന്നു അത്. സ്വർഗത്തിൽ വാഹനം ഉണ്ടാകുമോ നബി തങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർണത്തിന്റെ സ്വർണം കൊണ്ടുള്ള തയ്യാറാക്കിയ ചുവന്ന മാണിക്കത്താൽ മിൻ യാഖൂത്തത്തിൻ ഹംറാ, ചുവന്ന മാണിക്കത്താലുള്ള കുതിരയുണ്ടാവും അവിടെ. ആ കുതിരപ്പുറത്ത് ഇവനങ്ങട്ട് ഇരുന്നാൽ തതീറു ഹൈസു ഷാ, അത് ഇവൻ ഉദ്ദേശിച്ചിടത്തേക്ക് ഇവനും കൊണ്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കും സ്വർഗത്തില്. ആ ജാതി വാഹനങ്ങളാ സ്വർഗത്തിൽ കിട്ടുന്നത്. അപ്പൊ വേറൊരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഹൽ ഫിൽ ജന്നത്തി മിൻ ഇബ്ലിൻ, നബിയെ ഒട്ടകണ്ടാവോ? ഒട്ടകണ്ടാവോ? ഒരാൾ കുതിര ഉണ്ടാവോ എന്ന് വെച്ചപ്പോ ഒരാൾ കാർ ഉണ്ടാവോ എന്ന് വെച്ചപ്പോ വേറെ ആൾ ജീപ്പ് ഉണ്ടാവോ എന്ന് ചോദിക്കും പോലെ അടുത്ത ആളെ ചോദ്യം ഒട്ടകം ഉണ്ടാവോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കടന്നാൽ അവൻ എന്തൊക്കെ മോഹിക്കുന്നുണ്ടോ അത് മുഴുവനും അവന് കിട്ടും. മോഹിക്കുന്നതൊക്കെ കിട്ടും. എല്ലാ സൗകര്യങ്ങളും സ്വർഗത്തിലുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാ നബി അതിനങ്ങനെ മറുപടി പറഞ്ഞത്? മറ്റേതിന് അങ്ങനെയും പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഒട്ടകം ഉണ്ടോ, ഇനി മൂന്നാമത്തെ ആള് സൈക്കിൾ ഉണ്ടാവുമോ എന്ന് വെക്കും. അപ്പൊ അതിന് മറുപടി നീളണ്ടെന്ന് വിചാരിച്ച ഒറ്റ പറച്ചിൽ പറഞ്ഞതാണ്, എന്തൊക്കെ വേണമെന്ന് കൊതിയുണ്ടോ അതൊക്കെ അവിടെ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സ്വർഗത്തിൽ കിട്ടും. എന്നാൽ ഇതോടുകൂടി വിഷയം ഇവിടെ തീരും. അല്ലെങ്കിൽ അങ്ങനെ നീണ്ടുപോകും. അതുണ്ടോ എന്ന് ചോദിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ ഇപ്പൊ ഈ സദസ്സിനൊരു സ്വാതന്ത്ര്യമാണ് കൊടുത്താൽ ചോദിക്കൂലേ, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാറിന്റെ പേരുകൾ ഇങ്ങനെ വരുന്നത് ഓരോരുത്തരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചത് അറിയണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കൊടുത്തു നോക്കണം അല്ലെ, അപ്പോഴാണ് വരിക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണ്ട, എന്തും ഉണ്ട്. അതാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിൽ അല്ലാഹു തആല നാളെ വാഹന സൗകര്യങ്ങൾ സുലഭമായി നൽകും. അത് നല്ല വാഹനമാണ്. അപ്പൊ അതുകൊണ്ട് വാഹനമാവാം, പക്ഷെ വാഹനത്തിന് വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി വാഹനം ആവുന്നെങ്കിൽ എത്ര നല്ലതും ആവാം. പരിധിയിൽ ഒതുങ്ങിക്കൊണ്ട് എത്ര നല്ല വാഹനം ഉപയോഗിക്കാം. അതേസമയം വാഹനത്തിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ആയാൽ മതിയാവും. അതിനോടുള്ള ഭ്രമം കൊണ്ട് മനുഷ്യൻ വഷളാവുകയും ചെയ്യും. അതൊരു പിരാന്തായി മാറിയാൽ, വാഹനം എന്നുള്ളത് ഒരു ഭ്രാന്തായി മാറുന്ന ആളുകളുണ്ട്. അത് ഒരു മോട്ടോർ സൈക്കിൾ ആയാലും ശരി, അതിനോടുള്ള വല്ല മാനസിക ബന്ധങ്ങളുണ്ട്. അതാ നോക്കുന്നത്. നമ്മൾ ആ സൗകര്യത്തിന് ആവശ്യത്തിനൊക്കെ എല്ലാം വേണം. ഏതായാലും സമയം നീണ്ടുപോയി. ഞാൻ മൂന്നും കൂടെ ഒന്ന് പറയണമെന്ന് കരുതിയതാണ്. ചർച്ച വേറെ ഏതൊക്കെ വഴിയിലൂടെ അങ്ങനെ കടന്നുപോയി. ഏതായാലും എല്ലാം ഖൈറാണ്, നല്ല കാര്യങ്ങളാണ് നാം പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ മനസ്സിനും നമ്മൾക്ക് എല്ലാ നിലക്കും പാഠം പഠിക്കാൻ പറ്റുന്ന കുറെ പാഠങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ദുആ അത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നിർവഹിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ചെറിയൊരു ദുആ, നേരം വൈകൂല, പെട്ടെന്ന് പോകാം. നമ്മൾ സാധാരണ 7:30 8:30 നിർത്താറുള്ളത്. അപ്പൊ ഒരു 5 മിനിറ്റ് ഉണ്ട്. ഞങ്ങളൊരു സന്തോഷത്തോടെ